ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു, ചേച്ചി ഞങ്ങൾ ഫെബ്രുവരി ഇൻടേക്കിലേക്ക് വരാനിരിക്കുവാണ്, എന്തൊക്കെയാണ് പാക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പാക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാവുന്നത്. പിന്നെ ഞാൻ വന്നേക്കുന്നത് എന്തായാലും നിങ്ങൾ പാക്ക് ചെയ്യേണ്ട 50 ഐറ്റംസ് എന്തൊക്കെയാണ് എന്ന് പറയാനായിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ഓസ്ട്രേലിയയിട്ടോ അല്ലെങ്കിൽ പുറത്ത് ഏത് രാജ്യമായിക്കോട്ടെ അങ്ങോട്ട് പോകാനിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. എന്തായാലും ഹെൽപ്ഫുൾ ആവും എന്ന് എനിക്ക് ഉറപ്പുമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വലിയ വാചകം അടിക്കാതെ മെയിൻ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. മെയിൻ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കൊരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിനകത്ത് 2300 കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ട്. അതിനകത്ത് എല്ലാവരും ഓസ്ട്രേലിയയിലോട്ട് വരാനിരിക്കുന്നവരോ ഓസ്ട്രേലിയനെ പറ്റി അറിയാൻ താല്പര്യപ്പെടുന്നവരോ അല്ലെങ്കിൽ ഓൾറെഡി ഓസ്ട്രേലിയ പഠിക്കുന്ന കുട്ടികളുമാണ്. അപ്പോൾ നിങ്ങൾക്കും അവരുമായിട്ട് കണക്ട് ചെയ്യണം, സംസാരിക്കണം. ചില സിറ്റുവേഷനിൽ നിങ്ങളുടെ സെയിം യൂണിവേഴ്സിറ്റി ആവാം, സെയിം കോഴ്സ് ആവാം, സെയിം സ്ഥലമാകാം, ചിലപ്പോൾ സെയിം ഫ്ലൈറ്റിൽ വരെ ആയിരിക്കാം നിങ്ങൾ വരുന്നത്. അപ്പം നിങ്ങൾക്ക് ചില സമയത്ത് അക്കോമഡേഷൻ ഒരുമിച്ചെടുക്കാനൊക്കെ അത് വളരെ ഹെൽപ്ഫുള്ളാണ്. നല്ലൊരു നെറ്റ്വർക്കിംഗ് കമ്മ്യൂണിറ്റിയാണ് നമ്മുടേത്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇത് കൂടാണ്ട് എന്നോട് കുറേ കുട്ടികൾ പറഞ്ഞിട്ട് ഞാൻ കാനഡ, UK, ജർമ്മനി, അയർലൻഡ്, ന്യൂസിലൻഡിൻ്റെ കൂടി കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഞാൻ ജസ്റ്റ് നെറ്റ്വർക്കിംഗ് എന്നുള്ള രീതിയിൽ മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. കാര്യം എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. ഓസ്ട്രേലിയയെ പറ്റി നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് വെച്ചാൽ എനിക്ക് പറയാനായിട്ട് പറ്റും. പക്ഷേ ബാക്കി രാജ്യങ്ങളെ പറ്റി പറയാൻ ഞാൻ ആളല്ല. പക്ഷേ അതൊരു നെറ്റ്വർക്കിംഗ് എന്നുള്ള രീതിയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും രാജ്യത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയാണെങ്കിൽ സെയിം കാര്യം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. പക്ഷേ ഏത് രാജ്യമാണെന്നും കൂടി മെൻഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് പാക്കിങ്ങിലേക്ക് കടക്കാൻ നേരത്ത് എനിക്ക് ചെറിയൊരു ഇൻട്രോ പോലെ പറയാനുള്ള കാര്യം, എല്ലാവർക്കും അറിയാം ബാഗിൻ്റെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഓരോ എയർലൈനിനും ഓരോ പോളിസിയാണ്. നിങ്ങളുടെ ഒരു ഫ്രണ്ട് നേരത്തെ പോയി, ആൾക്ക് 3 ബാഗ് ഉണ്ടായിരുന്നു, എനിക്ക് 3 ബാഗ് ഉണ്ടെന്ന് ഓർത്ത് ചെന്ന് കഴിയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവർ പറയും നിങ്ങളുടെ ലാപ്ടോപ്പ് ബാഗ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചില സിറ്റുവേഷൻ കേട്ടിട്ടുണ്ട്. ഞാൻ വന്ന സമയത്തൊക്കെ എനിക്ക് എക്സ്ട്രാ ഒരു ലാപ്ടോപ്പ് ബാഗ് അലൗഡായിരുന്നു. അതുപോലെ കുറേ പിള്ളേർ കൊണ്ടുവന്നിട്ടുമുണ്ട്. പക്ഷേ ചില കുട്ടികൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഞങ്ങളുടെ ലാപ്ടോപ്പ് ബാഗ് പെട്ടെന്ന് അവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. വെയിറ്റ് കൂടുതലായി കുറച്ച് സാധനങ്ങൾ എടുത്ത് മാറ്റേണ്ടിയൊക്കെ വന്നത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വന്നതിന് മുന്നേ നിങ്ങളുടെ ഏതാണോ എയർലൈൻ അതിനെ വിളിച്ച് സംസാരിക്കുക, നിങ്ങൾക്ക് എക്സ്ട്രാ ലാപ്ടോപ്പ് ബാഗ് അലൗഡ് ആണോ എന്ന്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂഷ്വലി നമുക്ക് വരുന്ന ബാഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക്-ഇൻ ബാഗ്, അതായത് നമ്മുടെ വലിയ പെട്ടി, അതാണ് നമ്മുടെ ചെക്ക്-ഇൻ ലഗേജ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ 7 kg, അതിനെ നമ്മൾ പറയുന്നതാണ് ക്യാരി ഓൺ. ഇത് കൂടാണ്ട് നമുക്ക് യൂഷ്വലി ഒരു ലാപ്ടോപ്പ് ബാഗും അലൗഡാണ്. അതുകൂടാണ്ട് ഗേൾസിന് ഒരു സൈഡ് ബാഗും അലൗഡാണ്. അത് ഇപ്പോൾ എടുത്ത് കളയുന്ന കാര്യവും കേൾക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ എയർലൈനുമായിട്ട് ഉറപ്പുവരുത്താൻ എനിക്ക് എക്സ്ട്രാ ഒരു ലാപ്ടോപ്പ് ബാഗ് അലൗഡാണോ, അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ഗേൾസിൻ്റെ സൈഡ് ബാഗ് അലൗഡാണ്, ഇത് രണ്ടും വിളിച്ച് ഉറപ്പ് വരുത്താനായിട്ട് ശ്രമിക്കുക. അല്ലാണ്ട് അതൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ അവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് പണിയായിരിക്കും. പിന്നെ പറയാനുള്ളത്, എന്ത് ഷാർപ്പ് ഐറ്റംസ്, അതിപ്പോൾ നൈഫ് ആയിക്കോട്ടെ, നെയിൽ കട്ടർ ആയിക്കോട്ടെ, എന്തുണ്ടെങ്കിലും നിങ്ങളുടെ അതായത് നമ്മുടെ വലിയ ബാഗ് എന്ന് പറയുന്നത് എന്താ, ചെക്ക്-ഇൻ ലഗേജ് തന്നെ വയ്ക്കുക. അതിനകത്ത് മാത്രമാണ് ഷാർപ്പ് ഐറ്റംസ് വയ്ക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ എന്ത് ഇലക്ട്രോണിക്സ് ഉണ്ടെങ്കിലും നിങ്ങളുടെ 7 kg അല്ലെങ്കിൽ ക്യാരി ഓണിൽ മാത്രമാണ് വയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്ത് പാക്ക് ചെയ്യുമ്പോഴും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചോ, ആ സംശയമുള്ള സാധനം പാക്ക് ചെയ്യാതിരിക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. നിങ്ങൾ ആദ്യമായിട്ട് വരുന്നവരോടായിട്ടാണ് എനിക്കത് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും പാക്ക് ചെയ്യുമ്പോൾ സംശയമാണ്, ദൈവം ഇത് കൊണ്ടുവരാവോ ഇല്ലയോ, അങ്ങനെ തോന്നുന്ന ഐറ്റംസ് മാക്സിമം കൊണ്ടുവരാതിരിക്കുക. ഇൻ കേസ് നിങ്ങൾ കൊണ്ടുവന്നു എന്ന് വെച്ചാൽ, നമുക്ക് വരാൻ നേരത്ത് ഇൻകമിങ് പാസഞ്ചർ കാർഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഫ്ലൈറ്റിൽ കിട്ടും. ഇതിനെപ്പറ്റി ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്, എന്നാലും പറയണം, ഫ്ലൈറ്റ് കിട്ടും. അത് അതിനകത്ത് നിങ്ങൾക്ക് സംശയം വന്ന സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞങ്ങ് ടിക്ക് ചെയ്യുക. എപ്പോഴും അതിനകത്ത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക, യെസ് എന്നുള്ള രീതി കൊടുക്കുന്നതാണ് നല്ലത്. നിങ്ങൾ നോ എന്ന് പറഞ്ഞിട്ട് അവർ കണ്ടു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഫൈൻ അടയ്ക്കാനും ചില വലിയ സിറ്റുവേഷനിൽ അവർ പറഞ്ഞു വിടാനുള്ള ചാൻസ് വരെയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ യെസ് ഇടുക. പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ മാക്സിമം പാക്ക് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇൻകമിങ് പാസഞ്ചർ കാർഡിനെ പറ്റി ഒന്ന് വായിച്ച് മനസ്സിലാക്കി അതിനകത്ത് എന്തൊക്കെ ചോദ്യങ്ങളാണെന്നും നോക്കിയിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വേറെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങൾക്ക് ഇൻ കേസ് ഇച്ചിരി വെയിറ്റ് കൂടിപ്പോയി, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, നമുക്ക് ഇച്ചിരി പൈസ കൊടുത്ത് നമുക്ക് വെയിറ്റ് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ പെട്ടിയുടെ സൈസ് നമ്മുടെ എയർലൈനിൻ്റെ ഗൈഡ് ലൈൻസിനനുസരിച്ചുള്ള പെട്ടിയുടെ സൈസല്ല. ഭയങ്കര വലിയ പെട്ടിയാണെങ്കിൽ നമുക്ക് അവിടെ പെട്ടിയുടെ സൈസ് വെട്ടി മുറിക്കാനൊന്നും പറ്റത്തൊന്നുമില്ലല്ലോ.
അപ്പോൾ പെട്ടി വാങ്ങാൻ നേരത്ത് നിങ്ങൾ ഓൾറെഡി പെട്ടി ഉള്ളവരാണെങ്കിലും വാങ്ങാൻ നേരത്തും അത് നിങ്ങളുടെ എയർലൈൻ പോളിസി അനുസരിച്ചുള്ള പെട്ടിയുടെ സൈസാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം കൊണ്ടുവരാം. നമുക്ക് വെയിറ്റ് എന്തെങ്കിലും മാനേജ് ചെയ്യാം, പെട്ടിയുടെ വീതിയും നീളവും നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ എയർപോർട്ടിൽ പെട്ടെന്ന് വന്നിട്ട്. അതെന്തായാലും ശ്രമിക്കാം. പിന്നെ ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യം പറയാൻ നേരത്തെ ഈ വീഡിയോയിൽ ഞാൻ ഡോക്യുമെൻറ്റ്സിനെ പറ്റി സംസാരിക്കുന്നില്ല. അതിനെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കിയിട്ട് നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ പാക്ക് ചെയ്യുക, അത് കാരണം ഞാൻ ഡോക്യുമെൻറ്റ്സിനെ പറ്റി ഇതിനകത്ത് മെൻഷനേ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ഫോട്ടോ കോപ്പീസും എന്തൊക്കെയാണ് വേണ്ടത് അതെല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് തൊട്ട് മുന്നത്തെ വീഡിയോ ആണ്, അതെന്തായാലും കാണാനായിട്ട് ശ്രമിക്കാം. അടുത്ത പോയിന്റ് എനിക്ക് പറയാനുള്ളത്, ശ്രദ്ധിക്കേണ്ടത് 3 കാര്യങ്ങളെ പറ്റിയിട്ടാണ്. നിങ്ങൾ വരുന്നത് ഏത് ഇൻടേക്കാണ്, നിങ്ങൾ ഏത് സ്ഥലത്തേക്കാണ് വരുന്നത്, നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് അക്കോമഡേഷനിലേക്കാണ് വരുന്നത്. ഇതും പാക്കിങ്ങും തമ്മിൽ കുറേ ബന്ധമുണ്ട്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വരാൻ നേരത്ത് ഏത് സമയത്താണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വരുന്നത് ഫെബ്രുവരി ഇൻടേക്കൊക്കെ ആണെങ്കിൽ യൂഷ്വലി തണുപ്പ് ഉള്ള സമയമാണ് അല്ലേ. അപ്പോൾ അതനുസരിച്ചുള്ള കൂടുതൽ ഡ്രസ്സും സമ്മറിനുണ്ടെന്ന് കുറച്ച് ക്ലോത്ത്സും കൊണ്ടുവരണം, മനസ്സിലാവുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പ്ലേസിൻ്റെ പറയാൻ നേരത്താണെങ്കിലും ഇപ്പം നിങ്ങൾ മെൽബണിലേക്കൊക്കെ വരികയാണെങ്കിൽ മിക്കപ്പോഴും നല്ല തണുപ്പുള്ള സ്ഥലം, അപ്പോൾ അതനുസരിച്ചുള്ളത്. എന്നാൽ പേർത്തിലേക്കാണെങ്കിൽ കൂടുതലും ചൂടുള്ള സമയമാണ് അവിടെ എപ്പോഴും കണ്ടുവരുന്നത്. അപ്പം അങ്ങനെ വരാനായിട്ട് അതിനനുസരിച്ച് ക്ലോത്ത്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വരുന്ന സ്ഥലം, നിങ്ങൾ വരുന്ന സമയം, ഏത് ക്ലൈമറ്റുള്ള സമയമാണെന്ന് നോക്കുക. 3ാമത്തെ ടൈപ്പ് ഓഫ് അക്കോമഡേഷനാണ് ഉദ്ദേശിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റുഡൻറ്റ് അക്കോമഡേഷനിലേക്കാണോ വരുന്നത്, അതോ നിങ്ങളൊരു റിലേറ്റീവിൻ്റെ കൂടെ നിൽക്കാനാണോ വരുന്നത്, അതോ നിങ്ങൾ ഒട്ടും ഫർണിഷ്ഡ് അല്ലാത്ത സ്ഥലത്തേക്കാണോ വരുന്നത്. ഇപ്പം നിങ്ങളൊരു സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ ആണെങ്കിൽ നിങ്ങൾ അവർ വിളിച്ച് ചോദിക്കുക കിച്ചണിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, അപ്പോൾ അതനുസരിച്ചുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവന്നാൽ മതി. പക്ഷെ നിങ്ങൾ റിലേറ്റീവിൻ്റെ അടുത്തേക്കാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കപ്പോഴും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്തെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെയൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങൾ കൂടുതൽ കൊണ്ടുവരാനും അനാവശ്യമുള്ള സാധനങ്ങൾ ഒഴിവാക്കാനും പറ്റും. ഇപ്പോൾ കിച്ചണിലേക്കാണെങ്കിൽ അവരുടെ മാക്സിമം സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മളെല്ലാ സ്പൂണും തൊട്ട് പ്ലേറ്റും തൊട്ട് അങ്ങനെ എല്ലാം കൊണ്ടുവരേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ടൈപ്പ് ഓഫ് അക്കോമഡേഷൻ. ഇൻ കേസ് നിങ്ങൾ എയർബിഎൻബിയിലൊക്കെ വരണമെങ്കിൽ നമുക്ക് എല്ലാ സാധനങ്ങളും വേണ്ടി വരും നമുക്ക് സ്വന്തമായിട്ട്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളും നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. നിങ്ങൾ വിളിച്ച് ചോദിക്കുക ഒരു അക്കോമഡേഷനിലേക്ക് വരാൻ നേരത്തെ. ഒരു ഹോസ്റ്റലിലേക്ക് ആണെങ്കിൽ ഞാൻ വന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഇത്ര സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അതനുസരിച്ച് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു. പിന്നീട് അത് യൂസ്ഫുൾ ആവും, പക്ഷേ നമ്മൾ എക്സ്ട്രാ അതിന് വേണ്ടിയിട്ട് പൈസ കൊടുത്ത് ലഗേജ് കൊണ്ടുവരേണ്ട കാര്യമില്ല, നമുക്കിവിടെ അതൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും വന്നതിന് മുന്നേ നിങ്ങളുടെ അക്കോമഡേഷൻ വിളിച്ച് ചോദിക്കുക കിച്ചണിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ടോ. അതിന് നമ്മൾ ഒരു 3-4 പാനൊക്കെ ചുവന്ന് വെറുതെ സ്പേസ് കളയണ്ട. അതാണ് ഞാനതുകൊണ്ട് പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ 50 ഐറ്റംസിലേക്ക് കിടക്കാം. 50 ഐറ്റംസിലേക്ക് കിടക്കുമ്പോൾ ഞാൻ പല കാറ്റഗറി ആയിട്ടാണ് ഇതിനെ തിരിച്ചേക്കുന്നത്. ഇതിനകത്ത് ആദ്യത്തെ കാറ്റഗറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ഐറ്റംസ് ആണ്. ഈ പേഴ്സണൽ ഐറ്റംസ് തന്നെ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ക്ലോത്ത്സ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതിനകത്ത് ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ടീഷർട്ട് അല്ലെങ്കിൽ ഷർട്ടിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. മിനിമം അത് 2 എണ്ണമെങ്കിലും നിങ്ങൾ കൊണ്ടുവരണം. പിന്നെ കുട്ടികൾ എന്നോട് ചോദിക്കുന്നത് അതിനകത്ത് വരയുണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ, അതിനകത്ത് ഡിസൈൻ ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ. ഞാൻ പറയുന്നത് പ്ലെയിൻ ബ്ലാക്ക് ഷർട്ടും ടീഷർട്ടിൻ്റെ കാര്യം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ പാർട്ട് ടൈം ജോലിക്ക് എല്ലാവരും തുടക്കത്തിൽ ചോദിക്കുന്ന ഒരു സംഭവമാണ് നമ്മളോട് പ്യുവർ ബ്ലാക്ക് ഷർട്ട് അല്ലെങ്കിൽ ടീഷർട്ട് ഇടാൻ പറ്റുന്നത്. പിന്നെ കൈ ഇല്ലാത്തത് അങ്ങനെയൊന്നും കൊണ്ടുവരരുത്. കൈ ഉള്ളതും പടവും വരയും തുളയും അങ്ങനത്തെ ഒന്നും ഇല്ലാത്തത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അത് മിനിമം 2 എണ്ണം കൊണ്ടുവരും. അതാണ് 1ാമത്തെ പോയിന്റ്. 2ാമത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ തന്നെ പാൻസിൻ്റെ കാര്യം. പാൻസിൻ്റെ കാര്യം പറയാൻ നേരത്ത് മിനിമം 2 ബ്ലാക്ക് പാൻസ് എന്തായാലും നിങ്ങൾ കൊണ്ടുവരണം. അത് ജീൻസ് ആയിക്കോട്ടെ അല്ലാത്ത ഫോമൽ ആയിക്കോട്ടെ, അത് ഓരോന്ന് എന്തായാലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കാര്യം ചിലത്ത് അവർ ബ്ലാക്ക് ജീൻസ് അലൗഡ് ചെയ്യുന്നില്ല, മറ്റേ പ്ലെയിൻ ആയിട്ടുള്ള ഫോമൽ ടൈപ്പ് പാൻറ്റ് തന്നെ വേണമെന്ന് പറയും. അപ്പോൾ എന്തായാലും ബ്ലാക്ക് 2 പാൻറ്റ്സ് എന്തായാലും കൊണ്ടുവരിക. പിന്നെ ജീൻസിൻ്റെ കാര്യം പറയാൻ നേരത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ 3-4 എന്തായാലും കൊണ്ടുവരിക. ഇപ്പോൾ ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജീൻസ് കിട്ടും, പക്ഷേ ഭയങ്കര ചീപ്പ് ക്വാളിറ്റിയുമാണ്, ഭയങ്കര എക്സ്പെൻസീവുമാണ്. അപ്പോൾ നിങ്ങൾ ജീൻസ് എന്തായാലും 4 എണ്ണമെങ്കിലും മിനിമം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. സൈഡിൽ ഈ ബ്ലാക്ക് കൂടാണ്ടുള്ള സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്, അതെന്തായാലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കാര്യം അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത കാര്യം എനിക്ക് പറയാനുള്ളത് ഷൂസിൻ്റെ കാര്യം. ഷൂസിൻ്റെ കാര്യം പറയാൻ നേരം മിനിമം 3 പെയർ ഓഫ് ഷൂസെങ്കിലും കൊണ്ടുവരിക. അതിനകത്ത് 1ാമത്തെ ഷൂ എന്ന് പറഞ്ഞത് ബ്ലാക്ക് ഷൂസാണ്. അതിനകത്ത് ബ്ലാക്കിൽ വെള്ള സോളുള്ളത് പറ്റുമെന്നൊരു കമൻറ്റ് ഞാൻ ഇപ്പോൾ കണ്ടിരുന്നു. അങ്ങനെയൊന്നുമല്ല, പ്ലെയിൻ ബ്ലാക്ക് ഷൂസ്. അതിനകത്ത് ഒരു വെള്ളം പറ്റില്ല, ഫുൾ ബ്ലാക്ക്. അത് നമുക്ക് വർക്ക് ഷൂസ് ടൈപ്പ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. വർക്ക് ഷൂസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫോർമൽ ഷൂസ് നാട്ടിൽ കിട്ടുന്ന അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്.
വർക്ക് ഷൂസ് അല്ലെങ്കിൽ വർക്ക് ബൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് പറ്റിയ ഷൂസ് അല്ലെങ്കിൽ ബൂട്ട്സ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് ഇപ്പോൾ വൈറ്റ് കോളർ ജോബ്സിനൊക്കെ പോകുന്ന ടൈപ്പ് അതുപോലത്തെ അല്ല, ബ്ലൂ കോളർ ജോബ്സിന് പറ്റിയ ബ്ലാക്ക് ഷൂസ് ഉണ്ട്, അത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അത് ഇവിടെ കേമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു $30 കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വരുമ്പോൾ അത്രയും പൈസ സ്പെൻഡ് ചെയ്യേണ്ടാത്ത സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. അങ്ങനത്തെ എന്തായാലും ഒരെണ്ണം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പക്ഷേ എന്തായാലും ഒരു പ്യുവർ ബ്ലാക്ക് ഷൂസ് നിങ്ങൾ കൊണ്ടുവരാം. നിങ്ങൾക്ക് വർക്കിംഗ് ബൂട്ട്സ് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, ഈ ഷൂസിൽ തന്നെ പറയാനുള്ളത്, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒരു സ്നീക്കേഴ്സ് എന്തായാലും കൊണ്ടുവരാൻ പറ്റും. കാര്യം ഇവിടെ പറ്റണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ഒന്നെങ്കിൽ ഉള്ളത് ഭയങ്കര ചീപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ഭയങ്കര സൂപ്പർ ക്വാളിറ്റി. അങ്ങനെ വരാൻ നിർത്തി നമ്മുടെ നാട്ടിലുള്ള ആ മിഡിൽ ലെവലില്ല, ആ ഒരു സംഭവം ഇവിടെ ഇല്ല. അപ്പം ഒന്നെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് അല്ലെങ്കിൽ ഭയങ്കര ചീപ്പ്. ഈ ഭയങ്കര ചീപ്പായിട്ടുള്ള സാധനം മേടിച്ച് കഴിഞ്ഞാൽ എന്താ പെട്ടെന്ന് പോവുകയും ചെയ്യും. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള നമ്മൾ അത്രയും പൈസ കളയേണ്ടി വരും ആ ഒരു സിറ്റുവേഷൻ. അപ്പോൾ എന്തായാലും ഒരു ബ്ലാക്ക് ഷൂസ്, ഒരു സ്നീക്കേഴ്സ്, പിന്നെ നിങ്ങൾക്ക് എന്നും ഇടാൻ പറ്റും, ഇപ്പോൾ നിങ്ങൾക്ക് കോളേജിൽ പോകുമ്പോഴും ഇതൊക്കെ ഇടാൻ പറ്റിയ ഒരു ഷൂസും എന്തായാലും മിനിമം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ കൂടെ ഞാൻ ചപ്പലിൻ്റെ കാര്യം പറയാൻ നേരത്ത്, ഇവിടെ നമ്മൾ യൂഷ്വലി അകത്ത് ചെരുപ്പ് ഇടും, പക്ഷേ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെരുപ്പ് കൊണ്ടുവരുന്നില്ല. കാര്യം ഇവിടെ കേമാനിലൊക്കെ $1 നമുക്ക് ചെരുപ്പ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് മേടിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് മേടിക്കാവുന്നേ ഉള്ളൂ. അതിനൊക്കെ $1 ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പൈസ കളയാനായിട്ട് പറയില്ല. ഇപ്പോൾ ഗേൾസിൻ്റെ കേസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അല്ലാത്ത സാൻഡിൽസ് കൊണ്ടുവരുവാണെങ്കിൽ നല്ലതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ ചീപ്പായിട്ട് കിട്ടും, ഞാൻ പറഞ്ഞുള്ള കേമാട്ടിൽ. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ സമ്മർ ടൈമിൽ നമുക്ക് അതൊക്കെ ഷൂസൊക്കെ ഇട്ടുകൊണ്ട് നടക്കേണ്ട ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞോളെ സാൻഡൽസിന് ഇവിടെ ചീപ്പായിട്ട് കിട്ടും. ഷൂസ് എന്തായാലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പിന്നെ അടുത്ത സെക്ഷൻ അണ്ടർഗാർമെൻറ്റ്സിനെ പറ്റി പറയുന്നിടത്ത്, ഇവിടുത്തെ എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് തുണി ആവണമെന്നില്ല, അതുപോലെ ടൈപ്പ് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് മാക്സിമം കൊണ്ടുവരാൻ പറ്റുന്ന അത്രയും മാക്സിമം നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അടുത്ത സെക്ഷൻ എനിക്ക് പറയാനുള്ള സോക്സിനെ പറ്റി പറയാൻ നേരത്ത്, നിങ്ങൾ ബ്ലാക്ക് സോക്സ് എന്തായാലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറയും ഒരു മിനിമം 7 പെയർ ഞാൻ എന്തായാലും പറയും അത്രയും കൊണ്ടുവരണം. കാര്യം ഇവിടെ സോക്സ് ചീപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഇൻ കേസ് പിന്നീട് ഇവിടെ വന്നിട്ട് മേടിച്ചാലും മതി. പക്ഷേ ഞാൻ പറയുന്നില്ല, തുടക്കത്തിൽ വരുമ്പോൾ തന്നെ $6 കൊടുത്ത് 3 സെറ്റ് സോക്സ് വാങ്ങാൻ എനിക്ക് തോന്നുന്നു അതിലും ഭയങ്കര ചീപ്പായിട്ട് നാട്ടിൽ കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പൈസയുടെ മാത്രമല്ല, പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ കുഞ്ഞു സാധനം നമ്മൾ ഇവിടെ വന്നിട്ട് വാങ്ങാമെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കും. പിന്നെ ഈ കുഞ്ഞു സാധനങ്ങളുടെ പൈസ കൂട്ടി അവസാനം നിങ്ങൾ ഒരു $1000 അതിന് കൊണ്ടേ കളയേണ്ട അവസ്ഥയാണ്. അപ്പോൾ സോക്സ് ഒക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറയും എല്ലാവരും 10 എന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ച എല്ലാ ദിവസവും ഓരോ സെറ്റ് സോക്സ്. എന്തിനാ ഇത്രയും സോക്സ് കൊണ്ടുവരാൻ പറയണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ജോലിക്ക് ആയിരിക്കും മിക്ക ദിവസം യൂണിവേഴ്സിറ്റിയൊക്കെ പോയി വന്നിട്ട് നമുക്ക് ചിലപ്പോൾ ഇത് കഴുകാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നു വരില്ല. അതുകൊണ്ടാണ് അണ്ടർഗാർമെൻറ്റ്സ് ഞാൻ മാക്സിമം കൊണ്ടുവരാൻ നിങ്ങളോട് പറഞ്ഞത്. എപ്പോഴും തുണി അലക്കാനുള്ള സമയമൊന്നും നമുക്ക് ഉണ്ടാവില്ല. പിന്നെ ഇവിടുത്തെ ലോണ്ടറിയൊക്കെ ആണെങ്കിൽ ചില ലോണ്ടറി കോയിനൊക്കെ ഇട്ടാൽ അപ്പോൾ നമ്മൾ എപ്പോഴും പൈസ കളയാനും നമുക്ക് തോന്നത്തില്ല. അങ്ങനെ വരാൻ നേരത്ത് നിങ്ങൾ ഇത് കുറേ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് മാറി ഇടാനായിട്ട് പറ്റും. പക്ഷേ നിങ്ങളുടെ ആകെ കുറച്ചുള്ളെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ പാടാണ്. അപ്പോൾ മാക്സിമം സോക്സും മാക്സിമം അണ്ടർഗാർമെൻറ്റ്സ് നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഈ ജാക്കറ്റ്സ്, സ്വെറ്റേഴ്സ്, ഹുഡീസിലേക്കൊക്കെ കിടക്കാൻ നേരത്ത് ഇവിടെ ഹുഡി എന്ന് പറഞ്ഞ സംഭവം, ഞാൻ ഇപ്പോൾ മെൽബണിലെ കേസ് പറയുകയാണെങ്കിൽ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ ഓർത്ത് കുറച്ചുകൂടി നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. പക്ഷേ എനിക്ക് ഇവിടെ വന്നിട്ട് ഹുഡീസ് ആണെങ്കിലും സ്വെറ്റേഴ്സ് ആണെങ്കിലും ജാക്കറ്റ്സ് ആണെങ്കിലും നല്ല ഒരു ഇത് കിട്ടണമെങ്കിൽ ഒടുക്കത്തെ എക്സ്പെൻസീവാണ്. നമുക്ക് പൊട്ട കിട്ടും, പക്ഷെ ആ പൊട്ടയൊക്കെ ചിലപ്പോൾ ഒരാഴ്ചയ്ക്ക് നിൽക്കുള്ളൂ. അത് മേടിച്ചിട്ടും കാര്യമില്ലല്ലോ. ഇപ്പം നാട്ടിലാണെങ്കിൽ അതേ സമയം ഇവിടെ നല്ല മേടിക്കണം. അപ്പം ജാക്കറ്റ്സ്, ഒരു പഫർ ജാക്കറ്റ് എന്തായാലും കൊണ്ടുവരാം. നിങ്ങൾ മെൽബണിലേക്ക് ഒരു തണുപ്പുള്ള സ്ഥലത്തേക്ക് വന്നെങ്കിൽ എന്തായാലും കൊണ്ടുവരും ഒരു പഫർ ജാക്കറ്റ്. പേർത്തിലേക്കൊക്കെ ആണെങ്കിൽ അത്രയും പഫർ ജാക്കറ്റ് ഞാൻ പറയത്തില്ല, പക്ഷെ ഒരു പഫർ ജാക്കറ്റ് കൊണ്ടുവന്നാൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാര്യം പറഞ്ഞാൽ ഇവിടെ നല്ലൊരു പഫർ ജാക്കറ്റിന് ഞാൻ നോക്കിയിട്ട് $460 ആയിരുന്നു. അത് നമുക്ക് ആ പൈസ ഉണ്ടെങ്കിൽ നാട്ടിൽ എത്ര നല്ല പഫർ ജാക്കറ്റ് മേടിക്കാം. അപ്പോൾ എന്തായാലും നല്ലൊരു പഫർ ജാക്കറ്റ് കൊണ്ടുവരാം ഇങ്ങനെ തണുപ്പുള്ള സ്ഥലത്തേക്ക് എന്തായാലും പോകണമെങ്കിൽ. പിന്നെ ജാക്കറ്റ്സ് കൊണ്ടുവരാൻ നേരത്തെ എല്ലാവരും ചെയ്യുന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പഫർ ജാക്കറ്റ് ആണെങ്കിൽ അത് മാത്രം കൊണ്ടുവരും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ചില സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചൂടും ഉണ്ടാവും തണുപ്പും ഉണ്ടാവും. നമുക്ക് ജാക്കറ്റ് വേണമെന്ന് തോന്നുന്നു, എന്നാൽ പഫർ ജാക്കറ്റ് ഇട്ടാൽ നമുക്ക് ഭയങ്കര ചൂടെന്നുള്ളൊരു ഫീൽ ആയിരിക്കും. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കട്ടി കുറഞ്ഞ ഒരു ജാക്കറ്റ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതും കൊണ്ടുവരിക. ഒരു കട്ടി കൂടിയ ജാക്കറ്റും, പല ടൈപ്പ് ഓഫ് ജാക്കറ്റ്സ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അല്ലാണ്ട് ഒന്നെങ്കിൽ ഒരു കുറഞ്ഞതോ അല്ലെങ്കിൽ കട്ടി കൂടുതലോ അങ്ങനെ അല്ലാണ്ട് നിങ്ങൾ എല്ലാ ടൈപ്പ്, കുറച്ച് മീഡിയം, കുറച്ച് സ്മോൾ, ആ ഒരു രീതിയിൽ, അതായത് കട്ടിയുടെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. കുറച്ച് കട്ടി കൂടുതലും കുറഞ്ഞതും ആയിട്ടുള്ള മിക്സ് ഓഫ് ജാക്കറ്റ്സ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഹുഡി ആണെങ്കിൽ മാക്സിമം ഹുഡി കൊണ്ടുവരാം. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും നിങ്ങൾക്ക് പോണ സമയത്ത് പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് റെഗുലറായിട്ട് എപ്പോഴും വെയർ ചെയ്യാൻ ഇവിടെ പറ്റിയൊരു സംഭവം ഹുഡിയൊക്കെയാണ്. പിന്നെ സ്വെറ്റർ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് ഭയങ്കര തണുപ്പായിരിക്കും.
അപ്പം നമ്മൾ പഫർ ജാക്കറ്റിൻ്റെ അടിയിൽ നമുക്ക് ഈ സ്വെറ്ററും ഇടാനായിട്ട് പറ്റും. അപ്പോൾ ഹുഡി, സ്വെറ്റർ, ജാക്കറ്റ്സ് ഇത് കൊണ്ടുവരിക. ജാക്കറ്റ്സ് എന്തായാലും ഒരു പഫർ ജാക്കറ്റും ഒരു ചെറിയ കട്ടി കുറഞ്ഞ ജാക്കറ്റും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത് ട്രഡീഷണൽ വെയേഴ്സും ഫോർമൽ വെയേഴ്സിൻ്റെ കാര്യം. അതായത് ഇവിടെ ഇതൊക്കെ കിട്ടും, പക്ഷേ ട്രഡീഷണൽ ക്ലോത്ത്സിൻ്റെ കാര്യം പറയാനത് ഗേൾസിനാണെങ്കിൽ എങ്ങനെയാണ് അപ്പോൾ ചുരിദാറോ സാരിയൊക്കെ ഇവിടെ കിട്ടും, പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവാണ്. അതെന്തായാലും ഒരെണ്ണെങ്കിലും നാട്ടിൽ നിന്ന് കൊണ്ടുവരും. അപ്പോൾ ബോയ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും മുണ്ടും ഷർട്ടും അങ്ങനത്തെ നമ്മൾ ട്രഡീഷണൽ ടൈപ്പ് ഉണ്ടെങ്കിൽ അതെന്തായാലും കൊണ്ടുവരിക. നമുക്കിവിടെ ഓണോ അങ്ങനെ എന്തെങ്കിലും പരിപാടിയോ അല്ലെങ്കിൽ ട്രഡീഷണൽ ഫെസ്റ്റിവലൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ വരുമ്പോൾ നമുക്കത് ഇടാനായിട്ടാണ്. ആ ഒരു സമയത്തേക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇത്രയും പൈസ കൊടുത്ത് അത് വാങ്ങേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അവിടെ നാട്ടിൽ ഓൾറെഡി ഇരിപ്പുണ്ട്, അതെങ്കിൽ ഉണ്ടാകില്ല. ഇതിൻ്റെ കൂടെ തന്നെ ഫോർമൽ വെയേഴ്സിൻ്റെ കാര്യം പറയാൻ നേരത്ത് ഇപ്പോൾ നമുക്ക് ഫോർമൽ ടൈപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ചില സിറ്റുവേഷനിൽ ഇവിടെ ഫോർമൽ പാർട്ടീസൊക്കെ വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അങ്ങനത്തെ കാര്യത്തിന് കുറച്ചുകൂടി എക്സ്പെൻസീവാണ്. അങ്ങനത്തെ ഉണ്ടെങ്കിൽ അതും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. 8ാമത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ബോയ്സിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ ഷോർട്സ് അതൊക്കെയാണ്. ഈ ഷോർട്സ്, ടീഷർട്ട്, ബാക്കി വരുന്ന ക്ലോത്ത്സിനെ പറ്റി ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. പക്ഷേ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ടീഷർട്ട്, ഷോർട്സ്, വീട്ടിലിടുന്ന പൈജാമ സെറ്റ്, അറിയാം ഗേൾസിൻ്റെ അതൊന്നും ഞാൻ ഇങ്ങനെ പോയിൻ്റായിട്ട് എടുത്ത് പറയുന്നില്ല. അതൊക്കെ ഈ ഒരു സെക്ഷനിൽ ഞാൻ പറയുകയാണ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഡ്രസ്സൊക്കെ മാക്സിമം കൊണ്ടുവരിക, ക്ലോത്ത്സൊക്കെ മാക്സിമം കൊണ്ടുവരിക. ഷോർട്സൊക്കെ ബോയ്സിനാണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഇവിടെ ഭയങ്കര ചൂട് വരുമ്പോൾ അത് ഭയങ്കര ഇതായിരിക്കും. പക്ഷേ ഈ ഷോർട്സ് ആണെങ്കിലും ടീഷർട്ടൊക്കെ ആണെങ്കിലും ഇവിടെ ഭയങ്കര ചീപ്പായിട്ട് കിട്ടും. അപ്പം നിങ്ങൾ ബാക്കി ഞാൻ പറയണേ ഇപ്പോൾ പറഞ്ഞോളൂ ജീൻസും ജാക്കറ്റും ഒക്കെ അത്യാവശ്യം പൈസ കൊടുത്ത് മേടിച്ചിട്ട് അതിനുള്ള സ്ഥലം കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കൊള്ളാം. ഇതിപ്പോൾ പറഞ്ഞല്ലോ ഷോർട്സൊക്കെ ആണെങ്കിലും കുറേ വാരി കൊണ്ടുവരേണ്ട കാര്യം ഇവിടെ നല്ല ചീപ്പായിട്ട് കിട്ടും. ടീഷർട്ടാണെങ്കിലും ആവശ്യത്തിന് കൊണ്ടുവരിക, പക്ഷേ ഹുഡിയൊക്കെ കുറച്ചുകൂടി കൂടുതൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പൈജാമയാണെങ്കിലും ഇവിടെ കിട്ടും, ചീപ്പായിട്ട് കിട്ടും നിങ്ങൾക്ക്. പക്ഷേ 1-2 നമ്മൾ തുടക്കത്തിൽ നിന്നുള്ള രീതിയിൽ എന്തായാലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. 10ാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർമൽ ഗ്ലൗസ് അതൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ എല്ലാവർക്കും അങ്ങനെ എല്ലാവരും ഉപയോഗിച്ച് ഞാൻ കണ്ടുള്ള. പക്ഷേ എനിക്കൊന്നും ഒട്ടും തണുപ്പ് പറ്റാത്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് തേർമലൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തണുപ്പൊന്നും പറ്റില്ല. തണുപ്പ് അത്രയും കുഴപ്പമില്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾ കൊണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ തേർമൽ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് സ്ഥലം ഉണ്ടെങ്കിൽ എന്തായാലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതുകൂടാണ്ട് മഫ്ലർ ആയിക്കോട്ടെ, ഗ്ലൗസ് ആയിക്കോട്ടെ, അതൊക്കെ കൊണ്ടുവരിക. കാര്യം ഇപ്പം മെൽബണിലൊക്കെ നല്ല തണുപ്പുള്ള സമയത്ത് അത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും നമുക്ക്. അതെന്തായാലും കൊണ്ടുവരാം. 5ാമത്തെ പോയിന്റിലേക്ക് കിടക്കാനത്ത് എനിക്ക് പറയുന്നത് ബെൽറ്റ്. അതിപ്പോൾ ഗേൾസ് ആയിക്കോട്ടെ ബോയ്സ് ആയിക്കോട്ടെ എന്തായാലും ബെൽറ്റ് കൊണ്ടുവരിക. അതിൻ്റെ കൂടെ ഒരു ടൈയും, ബോയ്സിൻ്റെ കേസിൽ ഇൻ കേസ് ടൈ ഉള്ളവരാണെങ്കിൽ അതെന്തായാലും എടുത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ബെൽറ്റും ടൈയും ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി. പിന്നെ ടൈക്ക് അത് നാട്ടിലത്തെ വിലയില്ലാന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ടൈ കൊണ്ടുവരേ ഇവിടെ വന്നിട്ട് നല്ല പൈസ കൊടുത്ത് വാങ്ങുന്നേക്കാൻ നല്ലത്. ബെൽറ്റ് എന്തായാലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. മിനിമം 1-2 എങ്കിലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ബോയ്സ് ഗേൾസിൻ്റെ കേസിലൊക്കെ ചില സിറ്റുവേഷനിൽ ഇവിടുത്തെ എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ പാൻസൊക്കെ ചിലപ്പോൾ നമ്മുടെ സൈസൊന്നും അല്ലെങ്കിൽ അത് നമുക്ക് ഒരു ബെൽറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാണിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പറയാനുള്ളത് വാച്ചിനെ പറ്റി പറയാൻ നേരത്ത് ഞാൻ വന്ന സമയത്ത് ഞാൻ നമ്മുടെ ബ്ലാക്ക് ഇതുള്ളതില്ലേ ആ ഒരു വാച്ച് കൊണ്ടായിരുന്നു, ഒരു ഗോൾഡൻ വാച്ച് കൊണ്ടായിരുന്നു, ഒരു സിൽവർ വാച്ച് കൊണ്ടായിരുന്നു. ഇത് 3 എനിക്ക് ആ സമയത്ത് എനിക്ക് തോന്നുന്നു 1 എക്സ്ട്രാ മേടിച്ചത് അതിന് വന്നതിന് കുറച്ച് നാൾ മുന്നേ. അല്ലാതെ ബാക്കി 2 എനിക്ക് ഉള്ളതായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരു വാച്ച് എന്തായാലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. പിന്നെ ഇവിടെ വന്നിട്ട് കുറേ പേര് ആപ്പിൾ വാച്ചൊക്കെ വാങ്ങുന്നവരുണ്ടായിരുന്നു. നിങ്ങൾ വാങ്ങിച്ചോ, പക്ഷേ 1 എന്തായാലും ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ അത് നല്ലതായിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങാവുന്നേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ വാച്ചൊക്കെ ഞാൻ കണ്ടേക്കുന്നത് ഭയങ്കര ചീപ്പ് ക്വാളിറ്റി ഉള്ളത്. അപ്പോൾ നാട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നല്ല വാച്ചിൻ്റെ അത്രയും നല്ല വാച്ച് അങ്ങനത്തെ വാച്ച് ഇവിടെ കുറവാണ്. അങ്ങനെ നല്ല വാച്ച് വാങ്ങാൻ നടത്തുകയാണെങ്കിൽ ഒടുക്കത്തെ എക്സ്പെൻസീവുമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു വാച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അടുത്തത് പറയാനുള്ളത് മേക്കപ്പ് ഐറ്റംസിൻ്റെ കാര്യം പറയുന്നത് എല്ലാവരും കേട്ടിട്ടുണ്ട് ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഇവിടെ നല്ല എക്സ്പെൻസീവാണ്. നമ്മൾ നാട്ടിൽ ഉപയോഗിക്കുന്ന ബ്രാൻഡ് അനുസരിച്ച് ഇപ്പോൾ സാധനങ്ങളൊക്കെ നോക്കി പോയി കഴിഞ്ഞാൽ ഒടുക്കത്തെ എക്സ്പെൻസീവായിരിക്കും. ഇവിടെ കേമാട്ടി കിട്ടും കേമാട്ടിൽ കാര്യം പറഞ്ഞാൽ എല്ലാം കിട്ടും വില കുറവിന്. പക്ഷെ അപ്പോൾ അത് ഭയങ്കര ചീപ്പ് ക്വാളിറ്റി ആയിരിക്കും. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ മേക്കപ്പ് ഐറ്റംസ് മാക്സിമം ഗേൾസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അത് നന്നായിരിക്കും. പിന്നെ ബോയ്സിൻ്റെ കേസ് പറയാൻ നേരത്ത് ബോയ്സ് ഓർക്കും ഞങ്ങൾക്ക് എന്തിനാണ് മേക്കപ്പ് എന്ന് ഓർക്കുന്നവരോട് നിങ്ങൾ എന്തായാലും ഒരു മോയ്സ്ചറൈസർ കൊണ്ടുവരിക. നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആവുന്നതാണ്. അത് ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഒരു മോയ്സ്ചറൈസറോ ഫേസ് വാഷും കൊണ്ടുവരിക. അത് വരാൻ നേരത്ത് വലിയ അതൊന്നും വേണ്ട. മോയ്സ്ചറൈസർ നിങ്ങളിപ്പോൾ ഇവിടെ കിട്ടും, പക്ഷെ നിങ്ങൾ മോയ്സ്ചറൈസർ എന്തായാലും എത്ര ഉള്ളത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഫേസ് വാഷൊക്കെ കൊണ്ടുവരുന്നതിന് ഒരു പരിധിയുണ്ട്. കുറേ ഒരു ലിമിറ്റ് കൂടുതലൊന്നും കൊണ്ടുവരണ്ട. ഇവിടെ ചീപ്പായിട്ട് ഫേസ് വാഷ് കിട്ടും.
നിങ്ങളൊരു ചെറിയത് കൊണ്ടുവരിക. അതിന് വേണ്ടിയിട്ട് അനാവശ്യം സ്പേസ് കളയരുത്. അത് പറയാനുള്ളത് ട്രിമ്മർ അല്ലെങ്കിൽ ഷേവിങ് സെറ്റ് അതിനെ പറ്റിയിട്ടാണ്. അതെന്തായാലും കൊണ്ടുവരിക. ഇവിടെ ട്രിമ്മേഴ്സൊക്കെ അങ്ങനെ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് അതും നാട്ടിൽ വെച്ചിട്ട് വന്നത് എന്തായാലും കൊണ്ടുവരാറുന്നു. ഇവിടെ വരുമ്പോൾ ഭയങ്കര യൂസ്ഫുള്ളാണ്. കാര്യം നമുക്ക് എന്തായാലും പുറത്ത് പോയി ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ബോയ്സ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പക്ഷേ ഷേവിങ് ക്രീം കൊണ്ടുവരരുത്, അത് ഫ്ലെയിമബിൾ ആണ്. അപ്പോൾ അതെന്തായാലും പാക്ക് ചെയ്യാതിരിക്കുക. ഗേൾസിനോട് ഇതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഫേസ് റേസേഴ്സ് കിട്ടും, അത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ത്രെഡ് ചെയ്യാൻ, ഇവിടെ ത്രെഡ് ചെയ്യാൻ $20 വെറുതെ വന്ന സമയത്ത് നമുക്ക് അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും. പക്ഷേ ഞാൻ ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ ഇപ്പോഴും ഫേസ് റേസേഴ്സ് വെച്ചാണ് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റ് കിട്ടും ആമസോണിലോ ഇപ്പോൾ കടകളിലും കിട്ടുമെന്ന് തോന്നുന്നു. അതെന്തായാലും ഒന്നോ രണ്ടോ സെറ്റ് നിങ്ങൾ കൊണ്ടുവരിക. ബോയ്സ് എന്തായാലും ട്രിമ്മറോ ഷേവിങ് സെറ്റോ അത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഗേൾസിന് അല്ലാണ്ട് ബോഡി ഹെയർ കളയാനുള്ളത് ഷേവിങ് ആ ഒരു സംഭവം അതും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അടുത്ത ഗേൾസിനോട് പറയാത്തുള്ളത് സാനിറ്ററി പാഡ്സിനെ പറ്റിയിട്ടാണ്. അതെന്തായാലും ഒരു സെറ്റ് കൊണ്ടുവരിക. ഇവിടെ കിട്ടും. പക്ഷെ നമുക്ക് തുടക്കത്തിലേക്കുള്ള ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് എന്തായാലും കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അടുത്ത കാര്യം എനിക്ക് പറയാനുള്ളത് ഗേൾസിനോട് ട്രഡീഷണൽ ആക്സസറീസ്, അതായത് നാട്ടിലെ ഇപ്പം ജിമിക്കിയോ അങ്ങനത്തെ അല്ലെങ്കിൽ മാലയോ അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്നോ രണ്ടോ കൊണ്ടുവരാം. നിങ്ങൾക്കിപ്പോൾ സാരിയൊക്കെ കൊടുക്കാൻ നേരത്ത്, കാര്യം നമ്മൾ സാരി കൊടുക്കാൻ നേരത്ത് വേറെ കമ്മലോ മാല അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിൽ എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ആക്സസറീസ് വാങ്ങാൻ നേരത്തും ഭയങ്കര എക്സ്പെൻസീവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പൈസ കളയുന്നത് വെറുതെ അല്ലേ. അപ്പോൾ അതും എന്തായാലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. 15 പോയിന്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ 16ാമത്തെ പോയിന്റിലേക്ക് കിടക്കാൻ നേരത്തെ എനിക്ക് പറയാനുള്ളത് പെർഫ്യൂമിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ ഡിയോഡ്രൻ്റൊക്കെ ചീപ്പായിട്ട് കിട്ടും. പെർഫ്യൂം വരാൻ നേരത്ത് നല്ല എക്സ്പെൻസീവാണ്, നല്ലത് പറഞ്ഞ് വാങ്ങണമെങ്കിൽ. അപ്പോൾ അതെന്തായാലും കൊണ്ടുവരിക. പക്ഷെ നമുക്കൊരു ബോട്ടിൽ 100 ml താഴെ പാടുള്ളൂ. 100 ml എബോ വേണമെങ്കിൽ അവരെടുത്ത് കളയും എയർപോർട്ടിൽ വെച്ച്. അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കുക. 100 ml ബോട്ടിലാണെന്ന് ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത പോയിന്റ് പറയാനുള്ളത് സൺസ്ക്രീനിനെ പറ്റിയിട്ടാണ്. സൺസ്ക്രീൻ ഞാൻ ഇപ്പോൾ നേരത്തെ മോയ്സ്ചറൈസർ പറഞ്ഞ പോലെ സൺസ്ക്രീൻ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ പെണ്ണുങ്ങളോട് മാത്രമല്ല ആണുങ്ങളോടും പെണ്ണുങ്ങളോടും എല്ലാവരോടുമാണ് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഓസ്ട്രേലിയ നിങ്ങൾക്ക് അറിയാം, ഓസോൺ ആ ഒരു സംഭവം തുറന്നു കിടക്കുന്ന കാരണം നമുക്ക് സൺ ഡാമേജ് അല്ലെങ്കിൽ സൺ ബേൺ ഒക്കെ ഈസി ആയിട്ട് നമുക്ക് പറ്റും. അപ്പോൾ എന്തായാലും സൺസ്ക്രീൻ കൊണ്ടുവരാൻ നേരത്തെ SPF 50+ ആയിട്ടുള്ള സൺസ്ക്രീൻ തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നാട്ടിലെ സൺസ്ക്രീൻ ആ ഒരു SPF വെച്ചിട്ട് ഇവിടെ വന്നിട്ട് കാര്യമില്ല. അപ്പോൾ SPF 50+ ഉള്ളത് തന്നെ സൺസ്ക്രീനായിട്ട് വരാനായിട്ട് ശ്രമിക്കുക. അത് മിനിമം ആട്ടോ ഞാൻ പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെയർ സ്ട്രെയിറ്റ്നറോ കളറോ, ഇപ്പം ബോയ്സിൻ്റെ കേസിലാണെങ്കിൽ ചില ബോയ്സിന് ഇങ്ങനെ ഈരണ ചീപ്പ് ഉണ്ടല്ലോ, അതിപ്പോഴും ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ. ആ ചീപ്പ് മാത്രം ഇഷ്ടമുള്ളവരുണ്ട്. അതൊക്കെ ഇവിടെ എനിക്ക് തോന്നുന്നില്ല, ഞാനതൊന്നും ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം അങ്ങനത്തെ ബോയ്സിനാണെങ്കിലും ചീപ്പ്, അപ്പോൾ ഗേൾസിന് സ്ട്രെയിറ്റ്നറോ കളറോ അങ്ങനെ ഹെയർ റിലേറ്റഡ് എന്തുണ്ടെങ്കിലും, ചിലവർക്ക് ക്ലച്ചസ് ഭയങ്കര ഇഷ്ടമാണ്, അതൊക്കെ എന്തായാലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത് സൺഗ്ലാസ് ഇവിടെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. കാര്യം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ സൺ പ്രൊട്ടക്ഷൻ ആ ഒരു സംഭവത്തിൻ്റെ പ്രശ്നം കാരണം നമുക്ക് സൺഗ്ലാസ് അത്യാവശ്യമാണ്. പിന്നെ എന്നെപ്പോലെ കുഞ്ഞു മുഖമുള്ളവരാണെങ്കിൽ നാട്ടിൽ നിന്ന് നിങ്ങളുടെ കണ്ണിനൊക്കെ സൈസൊക്കെ പറ്റിയൊരു സൺഗ്ലാസ് മേടിച്ചിട്ട് വരാനും ശ്രമിക്കുക. കാര്യം ഞാനിവിടെയുള്ള ഏത് സൺഗ്ലാസ് വെച്ചാലും എനിക്ക് വലിയ സൺഗ്ലാസ്സാണ്. അപ്പം നാട്ടിൽ നിന്ന് എന്തായാലും ഒരു 2 സെറ്റ് ഓഫ് സൺഗ്ലാസോ മിനിമം ഒരെണ്ണം എന്തായാലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക, ബോയ്സും ഗേൾസും. അടുത്ത എനിക്ക് പറയാനുള്ളത് ടവൽ അല്ലെങ്കിൽ തോർത്തിനെ പറ്റിയിട്ടാണ്. ഞാനിവിടെ തോർത്ത് അങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഞാൻ എല്ലാ കടയിലും ഒന്നും കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ചിലവർക്ക് തോർത്ത് തന്നെ വേണമെന്നുണ്ട്. ഇപ്പം എനിക്കാണെങ്കിൽ ഞാൻ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ എന്തായാലും തുടക്കത്തിൽ എന്തായാലും വേണമല്ലോ, വരുമ്പോൾ തന്നെ നമ്മൾ തോർത്ത് മേടിക്കാൻ പോകലല്ലോ. അപ്പോൾ അതെന്തായാലും ഒരെണ്ണം കൊണ്ടുവരിക. അല്ലെങ്കിൽ ടവൽ ഇപ്പം നമുക്കിവിടെ അത് ചീപ്പായിട്ട് കിട്ടും. അപ്പോൾ 1-2 മാക്സിമം കൊണ്ടുവന്നാൽ മതി. ടവലൊക്കെ ഇവിടെ ഭയങ്കര ചീപ്പായിട്ട് കിട്ടും. പക്ഷേ ഒരു വിയേർഡ് ടൈപ്പ് ഓഫ് തുണിയാണ്, എന്താണെന്നറിയില്ല. അപ്പോൾ എന്തായാലും അത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കാര്യം എന്തായാലും തുടക്കത്തിൽ ഒരാഴ്ചത്തേക്ക് നമുക്ക് കുളിക്കും, വന്ന ദിവസമാണെങ്കിലും കുളിക്കണമല്ലോ. അപ്പോൾ അതെന്തായാലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അടുത്ത പോയിന്റ് എനിക്ക് പറയാനുള്ളത് കുടയും റെയിൻകോട്ടിനെ പറ്റിയിട്ടുണ്ട്. കുടയുടെ കാര്യം പറയാൻ നിർത്തി, ഇവിടെ എല്ലാവരും നമ്മുടെ കാലങ്കുട പോലത്തെ കുടയാണ് ഉപയോഗിക്കുന്നത്. കാര്യം ഇവിടുത്തെ കാറ്റിൻ്റെ തീവ്രത വളരെ അല്ലെങ്കിൽ ഭയങ്കര ശക്തിയായിട്ടുള്ള കാറ്റ്. അപ്പം നാട്ടിൽ കുട കൊണ്ടുവന്ന് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കുട കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. റെയിൻകോട്ട് എന്തായാലും കൊണ്ടുവരിക. ഇവിടെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. മെൽബണിലൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ റെയിൻകോട്ട് എന്തായാലും കൊണ്ടുവരിക. കുട കൊണ്ടുവരികയാണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള കുട കൊണ്ടുവരിക. കാലും കുട കൊണ്ടുവരാനായിട്ട് ഞാൻ പറയുന്നില്ല, കുഞ്ഞു കുട കൊണ്ടുവന്നാൽ മതി. പക്ഷേ അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു കാറ്റ് വീശിയ പറന്ന് പോണ ടൈപ്പ് കുട കൊണ്ടുവരരുത്. ഈ ഹെൽത്ത് സെക്ഷനിലേക്ക് കിടക്കാൻ നേരത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന എല്ലാ ടൈപ്പ് എന്താ പറയുക മെഡിസിൻസും കൊണ്ടുവരിക.
അതായത് പാരസെറ്റാമോൾ ആയിക്കോട്ടെ, പാനഡോൾ ആയിക്കോട്ടെ, നിങ്ങൾക്ക് വയറുവേദനയുടെ ഉള്ളതോ തലവേദനയ്ക്കുള്ളതോ മൈഗ്രെയിൻ ഉള്ളതോ പിന്നെന്തൂട്ടാ ഛർദിക്കുള്ളതോ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ കൊണ്ടുവരാം. പക്ഷെ കൊണ്ടുവരാൻ നേരത്ത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ഒരു സാധനം ഇങ്ങോട്ട് കയറത്തില്ല. അപ്പോൾ പ്രിസ്ക്രിപ്ഷൻ എന്ത് കൊണ്ടാലും പ്രിസ്ക്രിപ്ഷനോട് മാത്രം കൊണ്ടുവരിക. അത് ഭയങ്കര സ്ട്രിക്റ്റായുള്ള സംഭവമാണ്. ഞാൻ പറയും മാക്സിമം മെഡിസിൻ കൊള്ളുക, പക്ഷേ ഒരു പ്രിസ്ക്രിപ്ഷൻ അതൊരു കെമിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അവർ എഴുതി തരും. അപ്പം ഒരു 100 രൂപ 200 രൂപയൊക്കെ ആയിരുന്നു ആ സമയത്ത്. ഇപ്പം എനിക്കറിയില്ല എത്രയാണ്. അപ്പോൾ അതെന്തായാലും കൊണ്ടുവരിക. പക്ഷേ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമാണ് ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതെന്തായാലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കൊരു മൂവ്, ഒരു അമൃതാഞ്ജൻ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കാര്യം ഇവിടെ പാർട്ട് ടൈമൊക്കെ ജോലി ചെയ്തൊക്കെ നടുവേദനയും പുറമേനെയും മുട്ടുവേനൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതുപോലത്തെയൊക്കെ മേടിക്കാൻ നേരത്ത് ചില സ്ഥലത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കടയിൽ മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ കടയിൽ മാത്രം കിട്ടുന്ന സാധനങ്ങൾക്ക് നല്ല പൈസ കൊടുക്കേണ്ടി വരും. പിന്നെ തുടക്കത്തിലൊക്കെ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. പിന്നെ പ്രിസ്ക്രിപ്ഷൻ്റെ കാര്യം പറയാൻ നേരത്ത് പ്രിസ്ക്രിപ്ഷൻ ഇംഗ്ലീഷിൽ തന്നെ എഴുതിയേക്കണമെന്ന് ഉറപ്പ് വരുത്തണം. മലയാളത്തിൽ എഴുതിയ പ്രിസ്ക്രിപ്ഷൻ ഇവിടെ പറ്റത്തില്ല. ഇംഗ്ലീഷ് തന്നെയാണ് പ്രിസ്ക്രിപ്ഷൻ എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഹെൽത്തിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ചിലവർ കണ്ണട വയ്ക്കുന്നവരുണ്ട്. കണ്ണട വയ്ക്കുന്നവർ എന്തായാലും ഒരു എക്സ്ട്രാ, ഞാൻ പറയുന്നത് മിനിമം ആട്ടോ, മിനിമം ഒരു കണ്ണടയെങ്കിലും എക്സ്ട്രാ കൊണ്ടുവരാനായിട്ട്, സ്പെക്സ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ആ കണ്ണട ഇല്ല, നിങ്ങൾക്ക് കണ്ണട ഇല്ലാണ്ട് ഒട്ടും കണ്ണ് കാണാൻ പറ്റില്ലാത്തവരാണെങ്കിൽ എന്തായാലും 2 or 3 മിനിമം കൊണ്ടുവരിക. ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ്. ഒരു സ്പെക്സൊക്കെ മാറ്റണമെങ്കിൽ ഞാൻ കേട്ടോ 2000 അപ്പം ആ ഒരു സംഭവം ഒഴിവാക്കുക. എന്തൊക്കെ ഒരു സ്പെക്സ് വയ്ക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മിനിമം 1 or 2 എക്സ്ട്രാ സ്പെക്സ് നിങ്ങൾ കൊണ്ടുവരിക. അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എന്നാണ് ഞാൻ കേട്ടത്. ആ പ്രിസ്ക്രിപ്ഷനും എന്തായാലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു സംഭവം, ഈ ആവി പിടിക്കുന്ന സാധനം നിങ്ങൾക്ക് സ്ഥലമുണ്ടെങ്കിൽ എന്തായാലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കാര്യം പുറം രാജ്യത്ത് ചെല്ലാൻ നേരത്ത് എല്ലാവരും അസുഖം പിടിക്കുന്നത് വളരെ നോർമലായിട്ടുള്ള സംഭവമാണ്. ഇതിന് വലിയ വെയിറ്റ് ഒന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സ്പേസ് പോവുകയാണെങ്കിലേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ എന്തായാലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന സംഭവമാണ് ഈ ഒരു സംഭവം. അതായത് ഈ ഹോട്ട് ബാഗ് എന്ന് പറഞ്ഞ സംഭവം ഇപ്പം ഗേൾസിനൊക്കെ പീരീഡ്സ് ഒക്കെ ആയിരിക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതിനും വലിയ വെയിറ്റ് ഒന്നുമില്ല. അപ്പം നിങ്ങൾക്ക് അത് പറഞ്ഞ് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് വന്നതിൻ്റെ പിറ്റോസൊക്കെ വന്നെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കില്ല. ഇതിപ്പോൾ ബോയ്സിനാണെങ്കിലും എന്തെങ്കിലും വേദനയ്ക്ക് വരുമ്പോൾ ഈ ഒരു ഹിറ്റ് ബാഗ് എന്തെങ്കിലും ഉള്ളത് നിങ്ങൾക്ക് നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും സ്പേസ് ഉണ്ടെന്ന് തോന്നുകയാണ്. ഇനി സലൂണ് വെയിറ്റ് ഇനിയൊക്കെ ഉണ്ടെങ്കിൽ ഈ 2 സാധനം എന്തായാലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പിന്നെ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് ബാഗിൻ്റെ കാര്യം. ബാഗിൻ്റെ കാര്യം പറയാൻ നേരത്തെ എന്തായാലും നമ്മൾ കോളേജിലിടുന്ന അല്ലെങ്കിൽ സ്കൂളിലിടുന്ന ടൈപ്പ് ഒരു ബാക്ക് പാക്ക് ഉണ്ടല്ലോ, അതെന്തായാലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റി പോകുമ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതെന്തായാലും നല്ലൊരു ക്വാളിറ്റിയുടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഗേൾസിന് വേണമെങ്കിൽ ഒരു സൈഡ് ബാഗ് ഉണ്ടെങ്കിൽ കൊണ്ടുവരാം. അതാണെങ്കിൽ നമുക്ക് ഡെയിലി വെയർ. പക്ഷേ ഇവിടെ കൂടുതൽ എല്ലാവരും യൂസ് ചെയ്യുന്നത് ടോട്ട് ബാഗ് ടൈപ്പാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ ടോട്ട് ബാഗ്സ്. അപ്പോൾ അതിപ്പോൾ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും അപ്പോൾ അത് ഒരെണ്ണം എന്തായാലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. ടോട്ട് ബാഗ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ടോട്ട് ബാഗ് നല്ല ഭംഗിയുള്ളത് തന്നെ കൊണ്ടുവരുന്നില്ല. നമ്മുടെ ഷോപ്പിംഗ് ബാഗ്സ് നാട്ടിൽ കിട്ടുമല്ലോ, അതായാലും കൊണ്ടുവരാം. അത് കാര്യം പറഞ്ഞാൽ നമ്മൾ കടയിൽ പോയിട്ട് വരാൻ നേരത്ത് നമ്മളിപ്പോൾ വന്ന ആഴ്ച തന്നെ ഷോപ്പിങ്ങിന് പോയത്. എന്നിട്ട് നമ്മൾ ബാഗിന് 50 സെൻറ്റും $1, $2 കൊടുക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഈ സാധനങ്ങൾ ഇത്ര മേടിച്ചുള്ളൂ, അതിന് വേണ്ടിയിട്ട് $2 ബാഗിന് കൊടുക്കുക. അപ്പോൾ അത് കുറച്ച് കൊണ്ടുവരുവാണെങ്കിൽ നല്ലതായിരിക്കും. ബാക്കി ബാഗിൻ്റെ കാര്യം പറയാൻ നേരത്തെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ് എന്നൊരു കൊണ്ടുവരുന്നത്. പക്ഷേ എന്തായാലും ഒരു ബാക്ക് പാക്ക് നല്ലത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അടുത്ത് എനിക്ക് പറയാനുള്ളത് നെയിൽ കട്ടറാണ്. ഇതൊക്കെ ചെറിയ പോയിൻ്റാണ്. പക്ഷേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിൽ കട്ടറിൻ്റെ കാര്യം പറയാൻ നേരത്ത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം നമ്മൾ ചിലപ്പോൾ നഖം വളർന്നൊരിതായി കഴിയുമ്പോൾ ജോലിക്ക് പോകാൻ നേരത്തായിരിക്കും നെയിൽ കട്ടറിൻ്റെ കാര്യം ഓർക്കേണ്ടത്. പക്ഷേ ആ സമയത്ത് നമ്മുടെ നെയിൽ കട്ടർ ഇല്ല. അപ്പം നമുക്ക് പിന്നെ അത് വാങ്ങാൻ പോയില്ല, അതൊക്കെ ഭയങ്കര ഷോക്കായിരിക്കും. ഇപ്പോൾ നെയിൽ കട്ടർ കൊണ്ടുവരിക. നമ്മൾ ഇത് നിങ്ങൾ ഓർക്ക് ഇവിടെ വന്നിട്ടായാലും മേടിച്ചതിൽ ചെറിയ എക്സ്പെൻസ് അല്ലേന്ന്. പക്ഷേ ഇതിങ്ങനെ ചെറിയത് കൂട്ടിയാണ് നമുക്ക് വലിയ എക്സ്പെൻസ് ആവുന്നത്. അപ്പോൾ അത് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരിക. വലിയ നെയിൽ കട്ടറൊന്നും വേണ്ട, ചെറിയൊരു നെയിൽ കട്ടർ കൊണ്ടുവന്നാൽ മതി. അത് നമുക്ക് കുഴപ്പമില്ല, കൊണ്ടുവന്നതിന് കുഴപ്പമില്ല. എന്നോട് പിന്നെ ചോദിച്ചിരുന്നു. പക്ഷേ അതെന്തായാലും വയ്ക്കേണ്ടത് നമ്മുടെ ചെക്ക് ഇൻ ലഗേജ്, അതായത് വലിയ പെട്ടിയിലായിരിക്കും അത് വയ്ക്കേണ്ടത്. അടുത്ത സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് റിലേറ്റഡ് കടക്കാൻ നേരത്ത് ഇലക്ട്രോണിക്സിൽ പറയാനുള്ളത് ലാപ്ടോപ്പിൻ്റെ ഫോണിൻ്റെ കാര്യം ഞാൻ പറയണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇൻ കേസ് നിങ്ങൾ പുതിയത് വാങ്ങാനിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നാട്ടിൽ നിന്ന് വാങ്ങാതെ ഇവിടെ നിന്ന് വാങ്ങുവാണെങ്കിൽ ചീപ്പായിരിക്കും. കുറേ ഡീൽസ് ഉണ്ട് സ്റ്റുഡൻസിനാണെങ്കിലും. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് EMIയിൽ വാങ്ങാം, കുറേ ഡീൽസ് വരുന്നതൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ. പക്ഷേ ഉള്ളവരാണെങ്കിൽ അത് തന്നെ കൊണ്ടാൽ മതി. പുതിയതായിട്ട് തന്നെ കൊണ്ടുവരേണ്ടതും അങ്ങനെയൊന്നുമില്ല. ആസ് ലോങ് ആസ് ഇറ്റ് വർക്ക്സ് അത് മതി, അതിൻ്റെ ആവശ്യമുള്ളൂ.
പിന്നെ ഒരു പോയിന്റ് പറയാനുള്ളത്, ലാപ്ടോപ്പ് ഉള്ളവർ എന്തായാലും ഒരു ലാപ്ടോപ്പ് ബാഗ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇലക്ട്രോണിക്സിൻ്റെ കാര്യം പറയാൻ നേരത്ത് പെൻഡ്രൈവ് ഒരെണ്ണം എന്തെങ്കിലും മിനിമം എന്തായാലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അത് യൂസ്ഫുൾ ആയിരിക്കും. എനിക്ക് വന്നിട്ടൊക്കെ എനിക്ക് തോന്നുന്നു 2-3 ടൈംസ് തുടക്കത്തിൽ യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പെൻഡ്രൈവ് എന്തായാലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അടുത്ത പോയിന്റ് പറയാനുള്ളത് പവർ ബാങ്ക് കൊണ്ടുവരാൻ പറയുന്നത്, ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലേ ഓവർ കുറേ സമയമുണ്ട്. അപ്പോൾ നമുക്ക് ചാർജ് ചെയ്യാനൊക്കെ നമ്മൾ ലേ ഓവറിൽ നിൽക്കുന്ന സമയത്ത് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമുക്കൊരു പവർ ബാങ്ക് എന്തായാലും വേണം. ആ ഒരു സിറ്റുവേഷനിൽ പവർ ബാങ്ക്. അതുകൂടാണ്ട് ഇവിടെ നിന്ന് നല്ല പവർ ബാങ്ക് വേണമെങ്കിൽ ഒടുക്കത്തെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഓൾറെഡി പവർ ബാങ്ക് ഉള്ള ഒരാളാണെങ്കിൽ അതും എടുത്തുണ്ട്, അല്ലെങ്കിൽ നാട്ടിൽ നിന്നൊരു ചിപ്പായിട്ടുള്ളത് വാങ്ങിച്ചിട്ട് വരാനായിട്ട് ശ്രമിക്കുക. പിന്നെ അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് കേബിൾസ് അല്ലെങ്കിൽ ചാർജസിനെ പറ്റി സംസാരിക്കാൻ നേരത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു ചാർജർ ഉണ്ടെങ്കിൽ, ഇപ്പം ഐഫോൺ അല്ലാതെ ആൻഡ്രോയിഡ് ഫോണുകളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു എക്സ്ട്രാ എന്തായാലും ചാർജർ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഐഫോണിൻ്റെ ആണെങ്കിലും അങ്ങനെ ഫോൺ തടഞ്ഞിരിക്കുന്നില്ല, ഏത് ഫോണാണെങ്കിലും മാക്സിമം നിങ്ങളുടെ മിനിമം 2 ചാർജറെങ്കിലും, കേബിൾ, ചാർജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾ തിങ് അല്ല, കേബിളെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കുക. കാര്യം ഇതൊന്നും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ JBI എന്നൊക്കെ വാങ്ങണമെങ്കിൽ ഒടുക്കത്തെ പൈസയാണ്. അപ്പോൾ അത് ഒഴിവാക്കുക. അപ്പോൾ എൻ്റെ കേസിൽ പറയുവാണ്, ഈ ഒരു ബാഗിലാണ് എൻ്റെ ഇലക്ട്രോണിക്സ് ഇതിനകത്ത് എന്തോരം കേബിൾ ഉണ്ടെന്ന് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല, അത്രയും കേബിൾസ് ഉണ്ട്. ഇത് നിറച്ചും പലതരം കേബിൾസാണ്. ഇത് എനിക്ക് പല ടൈമിലും പല സമയത്തും ഓരോന്നും ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ A to C ടൈപ്പ് എല്ലാം ഓരോന്നും കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതെന്തായാലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പിന്നെ പറയാനുള്ളത് ഇൻ്റർനാഷണൽ അഡാപ്റ്ററിനെ പറ്റിയിട്ടാണ്. ഇൻ്റർനാഷണൽ അഡാപ്റ്ററിനെ പറ്റി ഞാനായിട്ട് പറയണമെന്നില്ല, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എന്തായാലും ഞാൻ പറയുന്നത് അറിയാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നാട്ടിലെ പ്ലഗും ഇവിടുത്തെ പ്ലഗും വളരെ വ്യത്യാസമുള്ള സംഭവമാണ് പ്ലഗിൻ്റെ അത്. അപ്പോൾ അത് നമുക്ക് നാട്ടിൽ ഇപ്പോൾ ലാപ്ടോപ്പ് ആണെങ്കിലും ഫോൺ ആണെങ്കിലും ഇവിടെ ചാർജിൽ വെക്കണമെങ്കിൽ നമ്മൾ ആ ഇൻ്റർനാഷണൽ അഡാപ്റ്റർ വഴിയാണ് നമുക്ക് ചാർജിൽ വെക്കാൻ പറ്റുന്നത്. അപ്പോൾ അതെന്തായാലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പിന്നെ കാൽക്കുലേറ്റർ, അത് എസ്പെഷ്യലി ഞാൻ പറയുന്നത് ഇപ്പോൾ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ആവശ്യമുള്ളൊരു കോഴ്സാണ് നിങ്ങളുടെയെങ്കിൽ, അത് നാട്ടിൽ നിന്നൊരു സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉള്ള ഒരാളാണെങ്കിൽ അതെന്തായാലും കൊണ്ടുവരാം. കാര്യം ഇവിടെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അല്ലാണ്ട് ഇപ്പോൾ ഫൈനാൻസ് അങ്ങനത്തെ ഒക്കെ ആളുകൾക്കാണെങ്കിലും നിങ്ങളുടെ ഒരു കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ അതെന്തായാലും എടുക്കുക, അത് ഇവിടെ വരുമ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അടുത്ത പോയിന്റ് എനിക്ക് പറയാനുള്ളത് ടാബ്ലറ്റിൻ്റെ കാര്യം പറയാൻ നേരത്ത്, ചിലവർക്ക് ഓൾറെഡി നാട്ടിൽ ടാബ്ലറ്റ് ഉണ്ട്. അപ്പോൾ അത് എടുക്കണോ വേണ്ടയോ എന്ന് സംശയിച്ചിരിക്കുന്നവരാണെങ്കിൽ എന്തായാലും എടുക്കുക. കാര്യം ഇവിടെ നമ്മൾ യൂണിവേഴ്സിറ്റി പോകുമ്പോൾ ലാപ്ടോപ്പിനേക്കാൾ കൂടുതൽ കാണുന്നത് ടാബ്ലറ്റ്. എല്ലാവരും അതിനകത്ത് നോട്ട് ചെയ്യുന്നു, എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. ബുക്കില്ല ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ടാബ്ലറ്റ്സിലാണ് നോട്ട് ചെയ്യുന്നതും റൗണ്ട് ചെയ്യുന്നതും അതൊക്കെ ചെയ്യും. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ഒരു ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ അതെന്തായാലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത് പറയാനുള്ളത് ഫോൺ കേസാണ്. ഫോൺ കേസിൻ്റെ കാര്യം പറയാൻ നേരത്ത്, എൻ്റെ ഫോൺ കേസ് ഞാൻ ഇവിടെ നിന്ന് മേടിച്ചത് $75. അപ്പോൾ അത്രയും പൈസ വെറുതെ നമ്മൾ കളയേണ്ട കാര്യമില്ല. ഫോൺ കേസ് ഇവിടെ ചീപ്പായിട്ടും കിട്ടും. അപ്പോൾ ഭയങ്കര ചീപ്പ് ക്വാളിറ്റി ആയിരിക്കും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഹാർഡ് കേസ് വേണമെന്ന് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ മേടിക്കണത്. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് നിങ്ങളുടെ ഫോൺ നിങ്ങൾ കുറച്ച് നാളത്തേക്ക് എന്തായാലും ആ ഫോൺ തന്നെ ഉപയോഗിക്കണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു ഫോൺ കേസ് എന്തായാലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഞാൻ വന്ന സമയത്ത് എനിക്ക് ഇപ്പോൾ ഓർക്കണം, എനിക്ക് ചേട്ടൻ എൻ്റെ ബ്രദർ സ്ക്രീൻ കാർഡ് വരെ തന്നുവിട്ടു. കാര്യം അതിവിടെ എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞ് ഫോൺ റിലേറ്റഡ്, അപ്പോൾ ഫോൺ കേസ് എക്സ്ട്രാ തന്നുവിട്ടു, സ്ക്രീൻ കാർഡ് വരെ തന്നുവിട്ടു. അപ്പോൾ നിങ്ങൾ ഇലക്ട്രോണിക്സ് ആയിട്ട് നിങ്ങൾക്ക് ഫോൺ റിലേറ്റഡ് എന്തൊക്കെയുണ്ടോ അതെന്തായാലും കൊണ്ടുവരാം. അടുത്ത പോയിന്റ് എനിക്ക് പറയാനുള്ളത് ഇയർഫോണും ഹെഡ്ഫോൺസിനെ പറ്റിയിട്ടാണ്. എൻ്റെ കാര്യത്തിൽ ഞാൻ വന്ന സമയത്ത് എനിക്കൊരു വയേർഡ് ഇയർഫോൺ ഉണ്ടായി. ഇപ്പം ഇവിടെ വന്നിട്ട് ഞാൻ മേടിച്ചു. പക്ഷേ സ്റ്റിൽ നിങ്ങൾ എയർപോഡ്സ് ആണെങ്കിലും ഹെഡ്ഫോൺ ആണെങ്കിലും ഇവിടെ വന്ന് മേടിക്കാനിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും തുടക്കത്തിലേക്കൊക്കെ ഒരെണ്ണം ഉണ്ടെങ്കിൽ അതെന്തായാലും കൊണ്ടുവരിക, അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറയാൻ നേരത്തെ ഇപ്പോൾ ലാപ്ടോപ്പ് ബാക്കി കാര്യങ്ങളൊക്കെ കവർ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബുക്ക് 1-2 ബുക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബുക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭയങ്കര കുഞ്ഞ് ഒരു 50 പേജോ 100 പേജൊക്കെ ഉള്ളൂ. നമുക്ക് നാട്ടിൽ നിന്ന് ആവശ്യം വരുവാണെങ്കിൽ എന്തായാലും കൂടുതൽ എഴുതാൻ പ്രിഫർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ബുക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ബുക്ക് കൊണ്ടുവരാൻ അതുകൊണ്ടാണ്. പിന്നെ നല്ല എക്സ്പെൻസീവുമാണ്. പക്ഷേ ഇവിടെ കൂടുതലും എല്ലാവരും ലാപ്ടോപ്പും ടാബ്ലറ്റുമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടി എഴുതാനും ഞാൻ പ്രിഫർ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ എഴുതിയേക്കുന്നത് കണ്ടോ. അപ്പം നിങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ എന്തായാലും ഒരു 2 ബുക്കൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങളല്ലാത്തതാണെങ്കിൽ ഒരു ബുക്കെങ്കിലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. എവിടെ നിന്നാൽ ഇങ്ങനെ ആവശ്യം വരുന്നത് പറയാൻ പറ്റില്ല. അടുത്ത ഇപ്പോൾ കോളേജിലെ കാര്യം പറഞ്ഞാൽ ബാക്ക് പാക്ക്, ലാപ്പ് കവർ എല്ലാം കവർ ചെയ്തു. അടുത്ത പോയിന്റ് പേനയെ പറ്റി പറയാൻ നേരത്ത്, നാട്ടിലെ പേന ഇവിടെ ഇന്ത്യ കടയിലൊക്കെ കിട്ടും. ചില ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചില പേനയുടെ ഒരു ഇതുണ്ട്, എനിക്ക് ആ ഒരു ഫ്ലോ തന്നെ വേണമെന്നുണ്ട്. അങ്ങനത്തെ ഒക്കെ നിർബന്ധമുള്ളവരാണെങ്കിൽ നാട്ടിൽ നിന്ന് ആ ഒരു പേന കുറച്ച് കൂടുതൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പക്ഷെ എന്തായാലും മിനിമം നിങ്ങളുടെ കയ്യിൽ ഒരു 2 പേനെങ്കിലും 3 പേനെങ്കിലും കൊണ്ടുവരണം. പിന്നെ ഒരു പേന എപ്പോഴും ഹാൻഡി ആയിട്ട് വയ്ക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻകമിങ് പാസഞ്ചർ കാർഡോ ഇതൊക്കെ ഫില്ല് ചെയ്യാനുള്ളതാണ്. അതെപ്പോഴും നിങ്ങൾ എയർപോർട്ടിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ
എത്താൻ പാകത്തിന് ഹാൻഡി ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കാം. അടുത്ത സെക്ഷൻ എനിക്ക് പറയാനുള്ളത് കിച്ചൺ റിലേറ്റഡ്. കിച്ചൺ റിലേറ്റഡ് പറയാൻ നേരത്ത് നിങ്ങളൊരു റിലേറ്റീവിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻറ്റ് അക്കോമഡേഷനിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് മിക്ക സാധനങ്ങളും അവിടെ ഉണ്ടാവും. പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് പിന്നീട് മൂവ് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ മാക്സിമം കൊണ്ടുവരുവാണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. ആദ്യത്തെ പോയിന്റ് ഇതിനകത്ത് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കൊണ്ടുവരുന്നത് പ്രഷർ കുക്കറാണ്. അത് എല്ലാവർക്കും അറിയാം. അപ്പം നിങ്ങൾ ഭയങ്കര ഏറ്റവും കുഞ്ഞ് പ്രഷർ കുക്കറൊന്നും കൊണ്ടുവരരുതെന്ന് ഞാൻ പറയും. മിനിമം ഒരു 2 ലിറ്ററിൻ്റെ കൊണ്ടുവരിക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ 2 ദിവസത്തേക്കുള്ള ചോറൊക്കെ ആയിരിക്കും ഉണ്ടാക്കി വെക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഷെയർഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും ഒരുമിച്ച് ഉണ്ടാക്കാതിരിക്കും. അപ്പോൾ ഫ്രണ്ട് കൊണ്ടുവരുന്ന പ്രഷർ കുക്കറിൽ ചിലപ്പോൾ കറി ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങളുടെ എല്ലാവർക്കും ഉള്ള ചോറ് ഇടാൻ പാടില്ല. അപ്പോൾ മിനിമം ഞാൻ പറയും 2 ലിറ്ററിൻ്റെ പ്രഷർ കുക്കർ കൊണ്ടുവരിക. അലൂമിനിയം ഞാൻ കൊണ്ടുവരരുതെന്ന് പറയാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഇലക്ട്രിക് സ്റ്റൗ ആണ്. അപ്പം അത് അലൂമിനിയം പറ്റത്തില്ല. അപ്പം അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഏത് പാത്രം കൊണ്ടാലും ഇലക്ട്രിക് സ്റ്റൗവിന് കൂടി പറ്റിയതായിരിക്കണം. അതുപോലെ ഫ്ലാറ്റ് ബേസ് ആണെങ്കിലാണ് ഇലക്ട്രിക് സ്റ്റൗവിന് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് മാത്രം കൊണ്ടുവരിക. എന്ത് മേടിച്ചാലും എന്ത് പാത്രം മേടിച്ചാലും ഇത് ഇലക്ട്രിക് സ്റ്റൗവിൽ വയ്ക്കാൻ പറ്റണേ ഞാൻ നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് പ്ലേറ്റോ കപ്പോ എന്ത് മേടിച്ചാലും അത് മൈക്രോവേവിൽ വയ്ക്കാൻ പറ്റുന്നതാണെന്ന് ചോദിച്ചിട്ട് മാത്രം മേടിക്കുക. കാര്യം ഇവിടെ നമ്മൾ എന്ത് ചൂടാക്കുന്നത് മൈക്രോവേവിലാണ്. അപ്പോൾ നിങ്ങളൊരു പ്ലേറ്റ് കൊണ്ടുവരുവാണെങ്കിൽ അതും മൈക്രോവേവിൽ വയ്ക്കാൻ പറ്റുന്നത് ആയിരിക്കണം. അടുത്തത് പാൻസിലേക്ക് കിടക്കാൻ നിർത്തി. ഇവിടെ പാൻസ് നല്ലത് വാങ്ങണമെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കറി വയ്ക്കുന്ന എന്തായാലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതുകൂടാണ്ട് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ, അതെന്തായാലും ആ ഒരു തവ അതെന്തായാലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇതേപോലത്തെ ഒരെണ്ണം കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഫ്ലാറ്റ് ബേസ് ആയിരിക്കണം. അത് ഇലക്ട്രിക് സ്റ്റൗവിൽ വയ്ക്കാനും പറ്റുന്നതായിരിക്കണം. പാൻസിൻ്റെ കാര്യം പറയുന്നത് നിങ്ങൾക്ക് പല ടൈപ്പ് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് വളരെ യൂസ്ഫുള്ളാണ്. ഇവിടെ എക്സ്പെൻസീവാണ്. അപ്പം നല്ലത് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരിക്കും. പിന്നെ സ്പൂൺ, പ്ലേറ്റ്, ഗ്ലാസ്, ഫോർക്ക് ഇതെല്ലാം ഓരോന്ന് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. മാക്സിമം സ്റ്റീൽ അവോയ്ഡ് ചെയ്യുക. സ്റ്റീൽ അവോയ്ഡ് ചെയ്യാൻ പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈക്രോവേവിൽ പറ്റത്തില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് മൈക്രോവേവബിൾ സേഫ് ആയിട്ടുള്ള പാത്രങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഈ തുടക്കത്തിലേക്ക് വേണ്ടി മാത്രം കൊണ്ടുവന്നാൽ മതി. അതാണ് ഞാൻ ഓരോന്നെന്ന് പറയുന്നത്. കാര്യം ഇതൊക്കെ നമുക്ക് ഇവിടെ പ്ലേറ്റൊക്കെ $1 കിട്ടും. 75 സെൻറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഐക്കിയത് മേടിച്ചു നല്ല പ്ലേറ്റ്. അതുകൊണ്ടാണ് ഓരോന്നും കൊണ്ടുവന്നത്. ഇതുകൊണ്ട് ഭയങ്കര ചീപ്പാണ്. പക്ഷെ നമുക്ക് ഫസ്റ്റ് ഒരാഴ്ച നമ്മൾ വരുമ്പോൾ തന്നെ പിറ്റേ ദിവസം പോയി പ്ലേറ്റ് മേടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഓരോന്നും ഒന്നും പറഞ്ഞത്. അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ബോട്ടിലെ പറ്റി സംസാരിക്കാൻ നേരത്ത് ഒരു തെർമൽ ടൈപ്പ് വാട്ടർ ബോട്ടിൽ എന്തായാലും കൊണ്ടുവരാം. അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതായത് നമ്മുടെ ഫ്ലാസ്ക് ടൈപ്പ്. ഞാൻ വന്ന സമയത്ത് ഒരെണ്ണം കൊണ്ടുവന്നത് വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾക്ക് ചൂടും വെള്ളമൊക്കെ വയ്ക്കണമെങ്കിലോ അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ടൈപ്പ് ഒരെണ്ണം എന്തായാലും കൊണ്ടുവരിക. അടുത്ത ട്രാവൽ മഗ്ഗിനെ പറ്റി പറയാൻ നേരത്ത് ഉണ്ടല്ലോ, ഇതുപോലത്തെ അല്ല, ഇത് ഗേൾസിന് ഇവിടെ എല്ലാവർക്കും വേണമെങ്കിൽ കിട്ടും. എല്ലാവരുടെയും കയ്യിലുള്ള സംഭവമാണ് ട്രാവൽ മഗ്. നമ്മൾ ജോലിക്കൊക്കെ പോകാൻ നേരത്ത് കാപ്പിയൊക്കെ കുടിക്കാൻ സമയമില്ലാത്തവർ നമുക്ക് കാപ്പി ഒഴിച്ച് നമുക്ക് പോകണ വഴിക്ക് കുടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ട്രാവൽ മഗ് ഉണ്ടല്ലോ, അതാണ് ഞാൻ കുറച്ചുകൂടി ഉദ്ദേശിച്ചത്. ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് ഞാൻ ഇതിനോടൊരു അഡിക്റ്റാണ്. എനിക്ക് കുറേ ഉണ്ട് അതേപോലത്തെ. അപ്പം നിങ്ങൾ അതെന്തായാലും ഒരെണ്ണം കൊണ്ട് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ രാവിലെയൊക്കെ നമ്മൾ ഓടിപ്പടച്ച് പോകാൻ നേരത്ത് അത് നല്ലതാണ്. അടുത്ത പോയിൻ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവന്നൊരു സംഭവമാണ് ലഞ്ച് ബോക്സ് എന്ന് പറയുന്നത്. അപ്പം എനിക്ക് ജോലിക്ക് പോകുമ്പോൾ ലഞ്ച് ബോക്സുമായിട്ടാണ് ഞാൻ പാക്ക് ചെയ്തിട്ടൊക്കെ പോകുന്നത്. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി പോകുമ്പോഴാണെങ്കിൽ ലഞ്ച് ബോക്സൊക്കെ ആയിട്ട് പോകുന്നത് നല്ലതാണ്. വെറുതെ പുറത്തുനിന്ന് മേടിച്ച് പൈസ കളയണ്ടല്ലോ തുടക്കത്തിൽ എസ്പെഷ്യലി. അടുത്തത് കിച്ചണിലേക്ക് എനിക്ക് പറയാനുള്ളത് നൈഫിൻ്റെയും പീലറിൻ്റെയും കാര്യം. നൈഫ് ഒരു കുഞ്ഞിത് എന്തായാലും കൊണ്ടുവന്നതിന് കുഴപ്പമില്ല. പക്ഷേ നിങ്ങളത് ഡിക്ലെയർ ചെയ്യണം ഇൻകമിങ് പാസഞ്ചർ കാർഡിൽ. അതുകൂടാണ്ട് നൈഫ് എന്തായാലും കൊണ്ടുവരിക. ഇൻകമിങ് പാസഞ്ചർ കാർഡിൽ ഐ തിങ്ക് അതിനൊരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ മറന്നുപോയി. പക്ഷേ ഷാർപ്പ് ഐറ്റംസിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്തായാലും ടിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പക്ഷേ നൈഫ് കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല. ഒരു കുഞ്ഞിത് എന്തായാലും നിങ്ങൾക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ പീലറും ഒരെണ്ണം കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കും. എനിക്ക് ഫുഡ് ഐറ്റംസിനെ പറ്റിയിട്ടാണ്. അതിനകത്ത് കിടക്കുന്നതിന് മുന്നേ എനിക്ക് ഫുഡ് ഐറ്റംസിനെ പറ്റി കുറച്ച് പറയാനുണ്ട്. എന്തായാലും കൊണ്ടുവരാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാമത്തെയാണ് ആട്ടയുടെ കാര്യം പറയാൻ നേരത്ത് നമുക്കൊരു FMD ഫ്രീ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓസ്ട്രേലിയ സംഭവമുണ്ട്. ആ ഒരു ഫ്രീ ലിസ്റ്റിലുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ ഈ ആട്ട എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആ ഒരു ലിസ്റ്റിൽ നമ്മളില്ല, ഇന്ത്യയില്ല. അത് കാരണം നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അടുത്ത കാര്യം പറയാനുള്ളത് അരി എന്തായാലും കൊണ്ടുവരാൻ പറ്റില്ല. അത് ഏത് രാജ്യം ആയിക്കോട്ടെ, ഒറ്റ രാജ്യങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അരി എന്നല്ല, എന്ത് സീഡ്സ് ആണെങ്കിലും അത് കൊണ്ടുവരാനായിട്ട് ഇവിടെ അനുവദിക്കില്ല. അതിപ്പോൾ ജീരകം, കടുക് അങ്ങനത്തെ ഒരു സാധനവും പറ്റത്തില്ല. അരി അതുപോലത്തെയാണ്. അപ്പോൾ അതൊന്നും കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. അടുത്തത് പറയാനുള്ളത് ഓയിൽ, ഗീ, ചീസ്. ഇത് മൂന്നും നേരത്തെ പറഞ്ഞ പോലെ FMD ഫ്രീ ലിസ്റ്റ് പോലെ ഒരു ലിസ്റ്റ് ഉണ്ട്. അതിനകത്തുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിനകത്ത് ഇന്ത്യയില്ല. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവരാൻ പറ്റില്ല.
പ്ലാന്റ്. ഇവിടെ ഒരാളുടെ അമ്മ നാട്ടിൽ നിന്ന് വന്നപ്പോൾ തുളസിയായിട്ട് വന്നു എന്ന് പറഞ്ഞ് അവർ സീനാക്കിയതാണ്. അപ്പോൾ പ്ലാന്റ് റിലേറ്റഡ് ഐറ്റംസ് അങ്ങനത്തെ ഒന്നും കൊണ്ടുവരാൻ പാടില്ല. വുഡൻ ഐറ്റംസ് അതൊന്നും കൊണ്ടുവരാൻ പാടില്ല. ഇപ്പം നമ്മൾ തവിയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ, ഞാൻ പറയുകയാണെങ്കിൽ വുഡൻ അല്ലാത്ത കൊണ്ടുവരിക. ഇൻ കേസ് നിങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ മേക്ക് ഷുവർ ഇറ്റ്സ് പോളിഷ്ഡ് ആയിട്ടുള്ളത് മാത്രമാണ് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. ഫസ്റ്റ് ടൈം വരാൻ നേരത്ത് വീട്ടിലുണ്ടാക്കിയ പൊടികളൊന്നും കൊണ്ടുവരാതിരിക്കാനായിട്ട് ശ്രമിക്കുക. വെറുതെ എന്തിനാണ് നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് ഈ ഫുഡിൻ്റെ കാര്യത്തിൽ പറയാൻ നേരത്തെ എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇനി നമുക്ക് മസാലയ്ക്ക് കിടക്കാൻ നേരത്ത് നിങ്ങൾ മസാലകൾ എന്തായാലും കൊണ്ടുവരിക. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ കാണിക്കുന്ന ലിസ്റ്റിലുള്ള മസാലകൾ, അതായത് ക്യൂമീൻ, കൊറിയാണ്ടർ അങ്ങനത്തെ മസാലയൊന്നും കൊണ്ടുവരരുത്. കാര്യം അത് ഇവിടെ അലൗഡ് അല്ല. പക്ഷേ നമ്മുടെ ഗരം മസാല, റെഡ് ചില്ലി പൗഡർ, ടേമറിക് പൗഡർ അങ്ങനത്തെ ഒക്കെ കൊണ്ടുവരാം. പക്ഷേ ഇതിനകത്ത് പറ്റില്ല എന്ന് പറഞ്ഞ മസാലയൊന്നും കൊണ്ടുവരരുത്. ബാക്കി ഇപ്പോൾ സാമ്പാർ പൊടിയൊക്കെ കൊണ്ടുവരാം. പക്ഷേ ഇതൊക്കെ കൊമേഴ്ഷ്യലി പാക്ഡ് ആൻഡ് സീൽഡ് ആയിരിക്കണം. ക്യുമിൻ പൗഡറും കൊറിയാണ്ടർ പൗഡറും അങ്ങനത്തെ പൗഡറൊന്നും കൊണ്ടുവരരുത്. മസാലയുടെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മാഗി മസാല കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ഇങ്ങനെ പാക്കറ്റ് കിട്ടില്ല. അത് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടിട്ട് ഞങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ന്യൂഡിൽസിൻ്റെ ചില ന്യൂഡിൽസ് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ കിട്ടുന്ന മാഗിക്ക് നാട്ടിൽ കിട്ടുന്ന മാഗിയുടെ രുചിയേ അല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു മസാല എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ മസാല കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് പിന്നീട് അതിൽ ചിലവർ അത് കറിയിലിട്ട് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ട്. അപ്പോൾ അതിനും യൂസ്ഫുൾ ആയിരിക്കും ബോയ്സിനൊക്കെ. പിന്നെ പറയാനുള്ളത് ന്യൂഡിൽസ്. അടുത്ത പോയിന്റ് ന്യൂഡിൽസ്, പാസ്ത. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന ഒരാഴ്ച നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ സാധനങ്ങളൊന്നും കുക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റിയ സംഭവങ്ങളാണ് ഈ ന്യൂഡിൽസും പാസ്ത എന്നൊക്കെ പറഞ്ഞാൽ അത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്കിങ്ങനെ സെറ്റ് ഓഫ് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സൊക്കെ കിട്ടുമല്ലോ, അത് കിട്ടുവാണ്. നിങ്ങൾക്ക് സ്ഥലം ഉണ്ടെങ്കിൽ അതും എന്തായാലും കൊണ്ടുവരിക. അത് വളരെ യൂസ്ഫുൾ ആണ്. ഞാനൊക്കെ വന്ന സമയത്ത് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനാണെങ്കിലും ഒരു പൊടിയൊക്കെ തുറന്നിട്ട് അവിടെ ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ ആകുമ്പോൾ നമുക്ക് അവിടെ ഇവിടെയൊന്നും വയ്ക്കാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ സ്റ്റോറേജ് കണ്ടെയ്നറിലാണെങ്കിൽ അതിനകത്ത് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ പേര് എഴുതി വെക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് വയ്ക്കാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അതെന്തായാലും കൊണ്ടുവരിക. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി കൊണ്ടു വെജിറ്റബിൾ കട്ടർ. അവൾ അത് കൊണ്ടിട്ട് അത് ഞങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. നമ്മൾ പച്ചക്കറികളൊക്കെ അരിയാൻ നേരത്ത് ബോയ്സിനൊക്കെ പച്ചക്കറിയൊക്കെ അരിയാൻ ഭയങ്കര മടിവുള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെ വെജിറ്റബിൾ കട്ടർ നാട്ടിൽ കിട്ടും. അത് ഇവിടെയും കിട്ടും. കേമാർട്ടിൽ ഒരു $10 എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് ഇവിടെയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഓൾറെഡി ഉള്ളവരൊക്കെ ആണെങ്കിൽ അതൊക്കെ എന്തായാലും കൊണ്ടുവരാം. നിങ്ങളുടെ സ്പേസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ എന്തായാലും കൊണ്ടുവരിക. വെജിറ്റബിൾ കട്ടർ കൊണ്ടുവരികയാണെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എക്സ്ട്രാ പറയാൻ നേരത്ത് ഇപ്പോൾ ചായ ഉണ്ടാക്കാൻ നേരത്ത് നമ്മൾ യൂഷ്വലി മൈക്രോവേവിലാണ് ചുമ്മാ ടീ ബാഗ് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് മറ്റേ ചായ തന്നെ വേണം. അതായത് നാട്ടിലുണ്ടാക്കുന്നത് നമ്മൾ എന്താ പറയുക ഇതിനകത്ത് ഉണ്ടാക്കി കുടിക്കുന്ന ചായ തന്നെ വേണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിനർ എന്തായാലും കൊണ്ടുവരിക. കാര്യം അത് ഇന്ത്യൻ കടയിൽ നിന്ന് വാങ്ങാൻ നേരത്ത് നല്ല പൈസ കൊടുക്കേണ്ടി വരും. കിച്ചണിൻ്റെ കാര്യങ്ങളിലേക്ക് പറയാൻ നേരത്ത് പറയാനുള്ളത്. പക്ഷേ കിച്ചണിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ് ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, ഷവർ ജെൽ അല്ലെങ്കിൽ സോപ്പ്. അതെന്തായാലും നമുക്ക് കുറച്ച് നാളത്തേക്കുള്ളതുണ്ട്. അല്ലാണ്ട് ഒരു 10 സോപ്പും 10 ചീപ്പും ഒക്കെ ആയിട്ട് വരരുത്. കാര്യം ഇതൊക്കെ നമുക്ക് ഇവിടെ ചീപ്പായിട്ട് കിട്ടും. പക്ഷേ ഇവിടെ എക്സ്പെൻസീവായിട്ട് കിട്ടുന്ന സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം കൂടുതൽ പെട്ടിയിൽ വയ്ക്കുക. അല്ലാണ്ട് ഇത് അധികം ചുവന്നുകൊണ്ട് വരുന്ന കാര്യമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് ഡിറ്റർജൻറ്റിൻ്റെ കാര്യം പറയാൻ നിർത്തി ഇത് കുറേ കൊണ്ടുവരരുത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വാഷിംഗ് മെഷീനിൽ നമുക്ക് ടോപ്പ് ലോഡ് ഉണ്ട്, ഫ്രണ്ട് ലോഡ് ഉണ്ട്. ഇതിനെല്ലാത്തിനും ചില സമയത്ത് ലിക്വിഡാണ് പറ്റുള്ളൂ, ചില സമയത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ഡിറ്റർജൻറ്റാണ് ഇവിടെ അറൗണ്ട് ചെയ്യുള്ള സിറ്റുവേഷൻ ഉണ്ട്. അപ്പം ഞാൻ ഡിറ്റർജൻറ്റ് കുറച്ച് കുഴിയാൻ പറഞ്ഞാൽ തുടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും കൈ വാഷൊക്കെ ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ, അതായത് ഡ്രസ്സൊക്കെ ക്ലോത്ത്സൊക്കെ നമുക്ക് അല്ലാണ്ട് ബക്കലിലിട്ട് വരെ കഴുകണം തോന്നുവാണെങ്കിലുള്ള സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞത്. അത് കുറച്ച് കൊണ്ടാൽ മതി, കുറേ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതിന് അത്യാവശ്യം വെയിറ്റ് വേണം. അപ്പോൾ അത് ഡിറ്റർജൻറ്റാണ് അടുത്ത പോയിന്റ് എനിക്ക് പറയാനുള്ളത്. ഇനി ഹൗസ് ഹോൾഡ് റിലേറ്റഡ് അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള സാധനങ്ങളെ പറ്റി പറയാൻ നേരത്ത് നമ്മുടെ ഒരു ഫാമിലി ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേറെ എന്താ പറയുക, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ പട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. അതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ അത് നല്ലതായിരിക്കും. അതുകൂടാണ്ട് നിങ്ങളുടെ ഇപ്പം എൻ്റെ കേസിലാണെങ്കിൽ ഇപ്പം ഞാൻ ദൈവത്തിൻ്റെ ഫോട്ടോ കൊണ്ടുവന്നായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്, നമുക്ക് പ്രാർത്ഥിക്കാനാണ്. അതാണ് അടുത്തത് പറയാനുള്ളത്. പിന്നെ പില്ലോ കവർ എന്ന് ഞാൻ എടുത്ത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പില്ലോ കവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുള്ളാണ്. അത് പല രീതിയിൽ ഞാൻ കുറേ സാധനങ്ങൾ എടുത്ത് പില്ലോ കവറിലാക്കി എടുത്തു വെച്ച സിറ്റുവേഷൻ ഉണ്ട്. തുടക്കത്തിൽ ഞാൻ പില്ലോ കവറിലിട്ടാണ് എൻ്റെ തുണി അലക്കാനുള്ള തുണിയൊക്കെ ഇട്ട് വെച്ചിട്ട് അതുകൊണ്ടാണ് തുണി അലക്കാൻ പോയത്. കാര്യം എനിക്ക് തുടക്കത്തിൽ കവറ് കണ്ടില്ലായിരുന്നു. പിന്നെ ചില സിറ്റുവേഷനിൽ പില്ലോ ഇല്ലെങ്കിൽ പോലും പില്ലോ കവറിൽ നമ്മൾ കുറേ തുണി കയറ്റി കഴിഞ്ഞാൽ നമുക്ക് പില്ലോ ആയിട്ട് യൂസ് ചെയ്യാം. പില്ലോ കവറാണ് എനിക്ക് അടുത്ത് പറയാനുള്ളത്. ബെഡ്ഷീറ്റ്, അടുത്ത പോയിന്റ് ബെഡ്ഷീറ്റിൻ്റെ കാര്യം പറയാൻ നേരത്ത് കുഞ്ഞ് ബെഡ്ഷീറ്റ് കൊണ്ടുവരരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബെഡ് ചിലപ്പോൾ കുഞ്ഞിതായിരിക്കും, പക്ഷേ ഇവിടുത്തെ ബെഡിൻ്റെ വീതി എന്ന് പറയുന്നത്, വീതിയല്ലേ ഇത്,
വീതി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ കുഞ്ഞിത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ബെഡ് കുഞ്ഞിതാണെങ്കിലും അറ്റത്തേക്ക് എത്താത്ത സിറ്റുവേഷൻ വരും. അപ്പോൾ ബെഡ്ഷീറ്റ് കൊണ്ടുവന്നിട്ട് മാക്സിമം വലിയൊരു ബെഡ്ഷീറ്റ് കൊണ്ടുവരിക. അപ്പോൾ ഇച്ചിരി വലുതാണെങ്കിലും നമുക്ക് മടക്കി വയ്ക്കാം. കുഞ്ഞിതാണെങ്കിൽ പിന്നെ അത് അങ്ങനെ ഇരിക്കുന്നത് ശരിയാവത്തില്ലല്ലോ. അപ്പോൾ ബെഡ്ഷീറ്റ് അങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്തായാലും വലിയത് കൊണ്ടുവരിക, ഒരു ബെഡ്ഷീറ്റെങ്കിലും മിനിമം കൊണ്ടുവരിക. പിന്നെ ബ്ലാങ്കറ്റിനെ പറ്റി സംസാരിക്കാൻ നേരത്ത് അതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. കാര്യം ഞാൻ ബ്ലാങ്കറ്റ് കൊണ്ടിട്ട് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പേസ് ഉണ്ടെങ്കിൽ എന്തായാലും കൊണ്ടുവരിക. കാര്യം തണുപ്പുള്ള സ്ഥലത്തേക്കൊക്കെ ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. എന്തായാലും ഒരു ബ്ലാങ്കറ്റ് കൊണ്ടുവരിക, ഒരു കട്ടിയുള്ള ബ്ലാങ്കറ്റ് കൊണ്ടുവരിക. കാര്യം എൻ്റെ ബ്ലാങ്കറ്റ് കൊണ്ടുവന്നപ്പോൾ കുറേ സ്പേസ് ബ്ലാങ്കറ്റിനായിട്ട് പോയി. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ ഓർത്തു അത് കൊണ്ടുവന്നത് വളരെ നന്നായിരുന്നു. അപ്പം ബ്ലാങ്കറ്റിന് പകരം ചിലവർ സ്ലീപ്പിംഗ് ബാഗ് കൊണ്ടുവന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതാ കൊണ്ടുവരണമെങ്കിൽ അതും കൊണ്ടുവന്നതിന് കുഴപ്പമൊന്നുമില്ല, അത് കൊണ്ടുവരാം. ദൈവത്തിൻ്റെ ഫോട്ടോയുടെ കാര്യം പറഞ്ഞപ്പോൾ ചിലവരിങ്ങനെ വുഡൻ ടൈപ്പ് ദൈവത്തിൻ്റെ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എനിക്ക് പറയുന്നത് ട്രാവൽ ബാഗ്സിനെ പറ്റിയിട്ട്. അതെന്താ ഞാനത് പറയണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വന്ന സമയത്ത് എനിക്കത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ റൂമൊന്നും ആയിരിക്കണമെന്നില്ല നമുക്ക് കിട്ടണം. നമുക്ക് അധികം സ്റ്റോറേജ് ഉണ്ടായില്ല. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ട്രാവൽ ബാഗ്സ് ഉള്ള കാരണം എൻ്റെ എല്ലാം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ഓരോ ബാഗിലാക്കി എടുത്ത് വയ്ക്കാൻ വളരെ യൂസ്ഫുൾ ആണ്. അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇതിനാണെങ്കിൽ സ്പേസും പോകത്തില്ല, വെയിറ്റും പോകത്തില്ല. നിങ്ങൾ ജസ്റ്റ് എടുത്ത് നിങ്ങളുടെ ബാഗിൽ ഇട്ടിരുന്നാൽ മതി. അങ്ങനത്തെ ട്രാവൽ ബാഗ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കൊണ്ടുവരിക. അല്ലെങ്കിൽ ആമസോണിൽ എനിക്ക് തോന്നുന്നു ഞാൻ മേടിച്ച സമയത്ത് 300 രൂപ എങ്ങാണ്ടായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതൊരു സെറ്റായിട്ട് കിട്ടുന്നത്. ഞാൻ 8 എണ്ണത്തിൻ്റെ ഒരു സെറ്റൊക്കെ ആയിട്ടായിരുന്നു. എന്തൊരു കേമാർട്ടിലും കിട്ടും, പക്ഷേ കേമാർട്ടിൽ അത്രയും സെലക്ഷൻ ഇല്ല. ഓൺലൈൻ ഓർഡർ ചെയ്താൽ കിട്ടും. അപ്പോൾ അത് കൊണ്ടുപോവുകയാണെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പം എത്ര പോയിൻ്റ് ആയെന്ന് എനിക്ക് തന്നെ അറിയില്ലാത്തൊരു സിറ്റുവേഷൻ. പക്ഷേ ഞാനിവിടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്തെ എന്തായാലും ആ പോയിൻറ്റ്സ് ആഡ് ചെയ്യുന്നതാണ് എത്രാമത്തെയാണ്. ഇപ്പം ഇൻ കേസ് ഞാൻ എന്തെങ്കിലും മിസ്സ് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുക. ബാക്കിയുള്ളവർക്കും അത് ഹെൽപ്ഫുള്ളായിരിക്കും. ഞാൻ വേറെ എന്താ പറയാനുള്ളത്? വേറെ എന്താ, 50 ഐറ്റംസ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 50 ഐറ്റംസ് ആയി. ശരിക്കും ഞാൻ ഇതിനകത്ത് എഴുതി 50 കൂടുതൽ ഐറ്റംസ് ഉണ്ടായി. പിന്നെ ഞാൻ റൗണ്ട് ചെയ്ത് അത് 50 ആക്കിയിരുന്നു. അപ്പോൾ എന്തായാലും 50 ഐറ്റംസ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുള്ളായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഹെൽപ്ഫുള്ളാവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആളുകൾക്ക്. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. കാര്യം കുറേ പേര് ലൈക്കിൻ്റെ മാത്രമല്ല സബ്സ്ക്രൈബിൻ്റെ കാര്യം പറയാനകത്ത് കുറേ പേര് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ ഫുള്ള് കാണുന്നുണ്ട്. എനിക്കത് കാണാൻ പറ്റും നമ്മുടെ അനലിറ്റിക്സിൽ. പക്ഷേ ആരും സബ്സ്ക്രൈബും ചെയ്യുന്നില്ല, ലൈക്കും ചെയ്യുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ. പക്ഷേ അതേ ആളുകൾ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നത് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഇനി കാണുന്നവരെ ബൈ ബൈ.